ഓക്കെ, നമ്മൾ ഇന്ന് ഇൻകം ടാക്സിന്റെ റിവിഷൻ സെക്ഷനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്കെല്ലാം ഇൻകം ടാക്സ് അറിയാം. ജസ്റ്റ് എങ്കിലും ഒന്ന് സമ്മപ്പ് ചെയ്യാം, അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഇപ്പം ഇൻകം ടാക്സിൽ നിങ്ങൾക്കറിയാം, സെക്ഷൻ സിയിൽ എന്തായാലും ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് പ്ലാനിങ്ങിൽ ചിലപ്പോൾ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ കയറി വരാം 10 മാർക്കിൽ. ദെൻ സെക്ഷൻ എയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇൻകം ടാക്സിൽ നിന്ന് വരാം. ഓക്കെ, സോ അപ്പം ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമൽ കേസിൽ നമ്മുടെ ഇൻകത്തിന് നമ്മൾ ഇന്ന് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകത്തിന്മേൽ കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ജനറലി ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ദെൻ അതില് ഈ ഒരു ഏരിയാസിൽ റെസിഡൻസ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സെക്ഷൻ സിയിലെ 3 മാർക്ക് ഒക്കെ ആയിട്ട്, 15 മാർക്കിൽ ഒരു 3 മാർക്ക് ഒക്കെ ആയിട്ടും, അതുപോലെ തന്നെ സെക്ഷൻ എയിലും ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമലി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ടെസ്റ്റ് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഓവർസീസ് ടെസ്റ്റ്, UK ടെസ്റ്റ് അല്ലെങ്കിൽ സഫീഷ്യന്റ് ടൈസ് ടെസ്റ്റ്, ആ ഒരു ഓർഡറിൽ മാത്രമേ നോക്കി വരാവുള്ളൂ. അപ്പൊ ഓരോന്നിലും ടെസ്റ്റ് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഓവർസീസ് ടെസ്റ്റ്, അവിടെ നോ ആണെങ്കിലാണ് ദെൻ UK ടെസ്റ്റ്, അവിടെയും നോ ആണെങ്കിലാണ് നമ്മൾ സഫീഷ്യന്റ് ടൈസ് ടെസ്റ്റിലേക്ക് വരിക. ആ ഒരു ഓർഡറിൽ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ സഫീഷ്യന്റ് ടൈസ് ടെസ്റ്റിലെ സഫീഷ്യന്റ് ടൈസ് ടെസ്റ്റും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അതില് പ്രീവിയസ്ലി റെസിഡന്റ് ഓർ നോട്ട് പ്രീവിയസ്ലി റെസിഡന്റ് ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അവർ തരുള്ളൂ. മറ്റത് ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നമുക്കറിയാം, ഇൻകത്തിനെ നമ്മൾ നോർമൽ കേസിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് നോൺ സേവിങ്സ് ഇൻകം, സേവിങ്സ് ഇൻകം ആൻഡ് ഡിവിഡൻഡ് ഇൻകം, അങ്ങനെ നമ്മൾ മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ പൊതുവെ സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന 1-2 കാര്യങ്ങൾ, അതായത് ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ അത് നോർമൽ കേസിൽ നമുക്ക് സേവിങ്സ് ഇൻകം ആണ്. ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ, ദെൻ അല്ലെങ്കിൽ ട്രഷറി സ്റ്റോക്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ, ഇതൊക്കെ നമുക്ക് നോർമൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ അത് ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ അത് നമ്മുടെ സേവിങ്സ് ഇൻകം ആണെന്ന് ഓർത്തേക്കുക. ദെൻ അതുപോലെ തന്നെ ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റി സെയിൽ ചെയ്താൽ CGT പോയിന്റ് ഓഫ് വ്യൂ എക്സംപ്റ്റ് ആണ്. ട്രഷറി സ്റ്റോക്ക് സെയിൽ ചെയ്താൽ എക്സംപ്റ്റ് ആണ്. ബട്ട് ഇതിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചത് ടാക്സബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സേവിങ് സർട്ടിഫിക്കറ്റ് ഓൾവേസ് എക്സംപ്റ്റ് ആണ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അത് പൊതുവെ സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ മിക്കവാറും ടെസ്റ്റ് ചെയ്യാറുള്ളതാണ് ഒരു ഡിവിഡൻഡ് ഇൻകത്തിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയാണ് എന്നുള്ള രീതിയിൽ. കാര്യം പറഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ പൊതുവെ അവിടെയും സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരുന്ന ഒരു രീതി കാണാറുണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു ഡിവിഡൻഡ് ഇൻകത്തിന്റെ എമൗണ്ട് തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡിവിഡൻഡ് ഇൻകം ഒരു 94,000 ആണെന്ന് അസ്യൂം ചെയ്യുക. ജസ്റ്റ് എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഡിവിഡൻഡ് ഇൻകത്തിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും? നമുക്കറിയാം, എപ്പോഴും ശ്രദ്ധിച്ചോണം, ഡിവിഡൻഡ് ഇൻകം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. സോ 94,000, ദെൻ അതിൽ നിന്നും പേഴ്സണൽ അലവൻസ് 12,570, ദെൻ റിമൈനിങ് ആണ് നമുക്ക് കിട്ടുന്ന ടാക്സബിൾ ഇൻകം. അതായത് 94,000 മൈനസ് പേഴ്സണൽ അലവൻസ് 12,570, സോ 81,430. 81,430 ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുക. സോ ഈ ടാക്സബിൾ ഇൻകത്തിൽ നമുക്കറിയാം, ഡിവിഡൻഡ് ഇൻകത്തിന് നമ്മൾ ഏത് റേറ്റ് ടാക്സ്, നമുക്കറിയാം നമ്മളിവിടെ ഹൈ റേറ്റ് ടാക്സ് പെയർ ആണ്. സോ ഹൈ റേറ്റ് ടാക്സ് പെയർ ആയെങ്കിലും നമുക്ക് നിൽ റേറ്റ് എലിജിബിൾ ആണ്. അതായത് 500-ന് നമുക്ക് 0% നിൽ റേറ്റ് എലിജിബിൾ ആണെന്നുള്ള കാര്യം ഓർത്തേക്കാം. ദെൻ അതുപോലെ തന്നെ 37,700-ന് വരെ ബേസിക് റേറ്റ് എന്നാണ് പറയുക. ബട്ട് 37,700-ലെ ഓൾറെഡി 500-ന് നമ്മൾ നിൽ റേറ്റ് യൂസ് ചെയ്തു. ബാലൻസ് എമൗണ്ടിനായിരിക്കും ഓർക്കുക 8.75% എന്ന് കൊടുക്കുക. സോ അതായത് 37,700 മൈനസ് 500 എക്സസിന് 8.75% എന്നാണ്. സോ 3,255. ദെൻ നമുക്കറിയാം, നമ്മുടെ ഹയർ 81,430 ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം. അതിൽ ഓൾറെഡി 500-നും ബേസിക്കിലും നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞു.
സോ എക്സസ് ഫിഗർ 43,730 ആണ്. സോ 43,730ക്ക് നമുക്കറിയാം ഹൈ റേറ്റ് ആയ 33.75% ആയിരിക്കും ചെയ്യുക. സോ 14,759. സോ ടോട്ടൽ നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 14,759 പ്ലസ് 3,255. സോ ദാറ്റ് മീൻസ് 18,014 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി. സോ അപ്പൊ ഇൻകം ടാക്സ് ലയബിലിറ്റിയുടെ നിൽ റേറ്റിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. Then പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ടാക്സ് പേബിൾ ചോദിക്കുക. നമുക്കറിയാം ടാക്സ് പേബിൾ എന്ന് പറഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി മൈനസ് പേ ആണ് ടാക്സ് പേബിൾ. പേ എന്ന് പറഞ്ഞാൽ പേ ആസ് യു ഏൺ എന്നുള്ളതാണ്. അത് ഡയറക്ട്ലി തരും, നിങ്ങളായിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി ടാക്സ് ലയബിലിറ്റി മൈനസ് പേ എന്നാണ്. പിന്നെ ഓർക്ക് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പേ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് റിക്വയർമെന്റ് ടാക്സ് ലയബിലിറ്റി എന്നായിരിക്കും. റിക്വയർമെന്റ് ക്ലിയർ ആയിട്ട് ടാക്സ് ലയബിലിറ്റി എന്നാണോ ടാക്സ് പേബിൾ എന്നാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ദെൻ ഫോർമാറ്റും കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ടാക്സ് റേറ്റ്സ് നിങ്ങൾക്കറിയാം. സേവിങ്സിന് നമുക്കറിയാം നോർമൽ കേസിൽ 1000 ബേസിക് റേറ്റ് ടാക്സ് പേരിന് 1000, നിൽ റേറ്റ് ബാൻ ഹൈ റേറ്റ് ടാക്സ് പേരിന് 500. അത് നിങ്ങൾക്കറിയാം. ഡിഡക്റ്റബിൾ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് ക്വാളിഫൈങ് നിങ്ങൾക്കറിയാം. ലോൺ ടു ബൈ പ്ലാന്റ് ആൻഡ് മിഷനറി ഫോർ എംപ്ലോയ്മെന്റ് യൂസ്, പാർട്ട്ണർഷിപ്പ് യൂസ്, ഇൻട്രസ്റ്റ് ഇൻ എംപ്ലോയി കൺട്രോൾ കമ്പനി, ഇൻവെസ്റ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ കോഓപ്പറേറ്റീവ്. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ദെൻ പേഴ്സണൽ അലവൻസിന്റെ ഓർത്തോണം റെഡ്യൂസ്ഡ് പേഴ്സണൽ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു കേസിൽ നിങ്ങളുടെ നോർമൽ കേസിൽ പേഴ്സണൽ അലവൻസ് കാൽക്കുലേഷൻ സെക്ഷൻ എയിലൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ മിസ്റ്റേക്ക് വരുത്തരുത്. പിന്നെ മിക്കവാറും ചോദിക്കാറുള്ള, അതായത് നിങ്ങളുടെ സ്റ്റഡി ഹബിലുണ്ട് കുറെ പേർക്ക് ഡൗട്ട് ഒക്കെ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ അതിൽ പറഞ്ഞിരുന്ന ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു 1,18,000, ഒരു ഇൻഡിവിജ്വലിന്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 1,18,000 ആണ്. സോ ഇങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിന് മാക്സിമം എന്തുമാത്രമായിരിക്കാം, മാക്സിമം ഇൻകം ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്ര പെർസെന്റേജ് വരുമെന്ന് പൊതുവെ കാണുന്ന ഒരു രീതിയാണ്. ഇപ്പം അത് നിങ്ങളുടെ സ്റ്റഡി ഹബിൽ ആ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 1,18,000 ഇൻകം ഉള്ള ഒരാള്, ആ ഇൻഡിവിജ്വല് നോർമലി ഒരു ഹൈ റേറ്റ് ടാക്സ് പെയർ ആയിരിക്കും. അപ്പൊ 40% ടാക്സ് റേറ്റ് വരും. പിന്നെ നിങ്ങൾക്കറിയാം, അവിടെ ഓൾറെഡി നിങ്ങൾക്കറിയാം 60% കണ്ടു. അതാണ് എല്ലാവരുടെയും ഡൗട്ട്. നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം ഇൻ ബിറ്റ്വീൻ 100,000 to 125, 140 ആണെങ്കിൽ അവരുടെ പേഴ്സണൽ അലവൻസ് റെഡ്യൂസ് ആകും അല്ലെ. എങ്ങനെ റെഡ്യൂസ് ആകും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, എവരി 2-ന് 1 വെച്ച് റെഡ്യൂസ് ആകുന്ന. സോ എവരി 2-ന് 1 വെച്ച് റെഡ്യൂസ് ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%ന്റെ 1/2, അതായത് അത്രയും കൂടെ നമ്മുടെ പേഴ്സണൽ അലവൻസ് റെഡ്യൂസ് ആവും. പേഴ്സണൽ അലവൻസ് റെഡ്യൂസ് ആകും എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി അത്രയും ഇൻക്രീസ് ആകും എന്നൊരു മറ്റൊരു മീനിങ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ അത് 40%ന്റെ 1/2 റെഡ്യൂസ് ആകും എന്ന് പറഞ്ഞാൽ ബാലൻസ് 20% ടാക്സ് വരുന്ന. അങ്ങനെയാണ് നോർമൽ കേസിൽ 40 + 20% എന്ന് വന്ന് ടോട്ടൽ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ 60% ടാക്സ് റേറ്റ് എന്ന് വരിക. അത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ഇങ്ങനെ വരുള്ളൂ. അതായത് ഇൻ ബിറ്റ്വീൻ 100,000 to 125, 140 ഇടയ്ക്കുള്ള ഒരു ഫിഗർ തരും, നെറ്റ് ഇൻകത്തിന്റെ എമൗണ്ട്. എന്നിട്ട് ഇതിന് മാക്സിമം എത്ര റേറ്റ് ആയിരിക്കും ടാക്സ് വരിക എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അത് ഫിക്സ്ഡ് ആണ് 60 എന്നുള്ളത്. 60 വരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഹൈ റേറ്റ് ടാക്സ് പെയർ ആയതുകൊണ്ട് 40%. പിന്നെ നമ്മുടെ പേഴ്സണൽ അലവൻസ് റെഡ്യൂസ് ആയതുകൊണ്ട് എവരി 2-ന് 1 വെച്ച് റെഡ്യൂസ് ആകും എന്ന് പറഞ്ഞു. 40-യുടെ ഹാഫ് 20, അങ്ങനെ 40 + 20 60% എന്നുള്ള രീതിയിൽ ആ ഒരു വേയിലാണ് നമുക്ക് 60 എന്നുള്ള ആൻസർ കിട്ടുക. ദെൻ സേവിങ്സ് ഇൻകം സ്റ്റാർട്ടിംഗ് റേറ്റ് നിങ്ങൾക്കറിയാം. നമ്മുടെ നോർമൽ കേസിൽ നമ്മുടെ നോൺ സേവിങ്സ് ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ 5,000 ആണെങ്കിൽ, നോൺ സേവിങ്സ് ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ 5,000 ആണെങ്കിൽ സേവിങ്സ് ഇൻകത്തിലെ 5,000 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടുക. നോൺ സേവിങ്സ് ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ 5,000 എങ്കിൽ സേവിങ്സ് ഇൻകത്തിലെ 5,000 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് എന്തുമാത്രം കിട്ടുമെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നോൺ സേവിങ്സ് ഇൻകം നില്ലാണെങ്കിൽ 5,000 × 0% സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടും. ഇനി അതല്ല നോൺ സേവിങ്സ് ഇൻകം
ഒരു കുറച്ച് എമൗണ്ട്, ഒരു സ്മോൾ ഫിഗർ നോൺ സേവിങ്സ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് ഈസ് ഈക്വൽ ടു 5,000 മൈനസ് നോൺ സേവിങ്സ് ഇൻകം. അത് ഓർത്തോണം. സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 5,000 മൈനസ് നോൺ സേവിങ്സ് ഇൻകം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നോൺ സേവിങ്സ് ഇൻകത്തിന്റെ എമൗണ്ട് ഒരു 3,000 ആണെങ്കിൽ അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടുക 5,000 മൈനസ് 3,000 ആയിരിക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതും നിങ്ങൾക്ക് ഡൗട്ട് തോന്നാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആയാലും, ബേസിക് ആയാലും ശരി, ഹയർ ആയാലും ശരി, അഡീഷണൽ ആയാലും ശരി, ഏത് റേറ്റ് ടാക്സ് പെയർ ആയാലും നോൺ സേവിങ്സ് ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ 5,000 എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടും. പൊതുവെ സ്റ്റുഡൻസിന് വരുന്ന ഒരു മറ്റൊരു ഡൗട്ടാ, ഞാനൊരു ഹൈ റേറ്റ് ടാക്സ് പെയർ ആയില്ലേ, അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആയില്ലേ, സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടില്ലല്ലോ എന്ന്. കിട്ടും. നിങ്ങളുടെ നോൺ സേവിങ്സ് ഇൻകം നില്ലാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടും. അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, വേറെ ഇൻകം ഒന്നുമില്ല, ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, ഒരു 1,40,000 ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി. 1,40,000 ആണ് ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ. ഈ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആയി നിങ്ങൾക്ക് ഓൾറെഡി എന്ത് കിട്ടില്ല, നിൽ റേറ്റ് കിട്ടില്ല. കാരണം നിങ്ങൾ ഹൈ റേറ്റ് അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ 1,40,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ. അതിനാൽ തന്നെ സേവിങ്സ് ഇൻകം നിൽ റേറ്റ് കിട്ടില്ല, ബേസിക്കോ ഹയറിനെ കിട്ടത്തുള്ളൂ. ബട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് കിട്ടും, അതിനുള്ള എലിജിബിൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അവിടെ നോൺ സേവിങ്സ് ഇൻകം ലെസ് ദാൻ 5,000 ആണെങ്കിൽ എന്തായാലും സ്റ്റാർട്ടിംഗ് റേറ്റ് റിലീഫ് എലിജിബിൾ ആയിരിക്കും. ദെൻ നമുക്കറിയാം ബാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസ് പ്രത്യേകം ഓർത്തോണം. നമ്മുടെ ഗിഫ്റ്റ് ഡൊണേഷനിലേക്കോ പേഴ്സണൽ പെൻഷനിലേക്കോ ഒക്കെ എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്താൽ അതിനെ ഗ്രോസപ്പ് ചെയ്തിരിക്കുന്ന ഫിഗർ നമുക്ക് അത്രയും എമൗണ്ട് ബാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പേഴ്സണൽ പെൻഷനിലേക്കോ ഗിഫ്റ്റ് ഡൊണേഷനിലേക്കോ പേ ചെയ്തുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ അഡീഷണൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ മീനിങ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ അത് നെറ്റ് ഫിഗർ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഗ്രോസപ്പ് ചെയ്തോണം. എങ്ങനെ ഗ്രോസപ്പ് ചെയ്യും? എമൗണ്ട് ഡിവൈഡഡ് ബൈ 80 into 100 എന്നായിരിക്കും ഗ്രോസപ്പ് ചെയ്യുക, ഗിഫ്റ്റ് ഡൊണേഷൻ ആയാലും പേഴ്സണൽ പെൻഷൻ ആയാലും. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. എക്സംപ്റ്റ് ഇൻകം നിങ്ങൾക്കറിയാം, ISIയുടെ ലിമിറ്റുകൾ ഓർത്തിരിക്കണം. 20,000 ആണ് ISIയുടെ ലിമിറ്റ്. ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ച് എക്സംപ്റ്റ് ആയിരിക്കും. അപ്പം ISIയിലേക്ക് ഞാൻ പറഞ്ഞു ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് കിട്ടിയാൽ അത്രയും എമൗണ്ട് എക്സംപ്റ്റ് ആണ്. ക്യാഷ് ആയിട്ടോ ഷെയർ ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഓർക്കുക. സേവിംഗ് സർട്ടിഫിക്കറ്റ് എക്സംപ്റ്റ് ആണ്. പ്രീമിയം ബോണ്ട് എക്സംപ്റ്റ് ആണ്. ചൈൽഡ് ബെനിഫിറ്റും പൊതുവേ നമ്മൾ എക്സംപ്റ്റ് ആണെന്ന് പറയും. ബട്ട് ലിമിറ്റുകൾ ഓർക്കുക, ലിമിറ്റിൽ എക്സീഡ് ആയ ചൈൽഡ് ബെനിഫിറ്റ് ചാർജ് വരും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, HMRCയിൽ നിന്ന് റീപേയ്മെന്റോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് എക്സംപ്റ്റ്. എന്ത് സിറ്റുവേഷനിൽ HMRCയിൽ നിന്ന് റീഫണ്ട് കിട്ടുക? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻകം ടാക്സ് ലയബിലിറ്റി നമ്മൾ തൊട്ടുമുമ്പും കണ്ടു, ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് ടാക്സ് ലയബിലിറ്റി മൈനസ് പേ ആണ് ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ടാക്സ് ലയബിലിറ്റി മൈനസ് ടാക്സ് പേയബിൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫിഗർ ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ എമൗണ്ട് അങ്ങോട്ട് കൊടുത്തെങ്കിൽ ടാക്സ് അതോറിറ്റി നിങ്ങൾക്ക് റീഫണ്ട് തരും. ഈ റീഫണ്ട് തരാനായിട്ട് അവര് ലേറ്റ് ആയെങ്കിൽ, ടാക്സ് അതോറിറ്റി റീഫണ്ട് തരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നോർമൽ കേസിൽ എന്തായിരിക്കും, ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് എക്സംപ്റ്റ് ഇൻകം ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ചൈൽഡ് ബെനിഫിറ്റ് ചാർജ് റൈസ് ആകുന്ന സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്കറിയാം. നെറ്റ് ഇൻകം മൈനസ് ഗ്രോസ് എമൗണ്ട് പേഴ്സണൽ പെൻഷൻ ആൻഡ് ഗിഫ്റ്റ് ഡൊണേഷൻ ആണ്. സോ നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകത്തിന്റെ എമൗണ്ട് മോർ ദാൻ 60,000 ആണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കേസിൽ ചൈൽഡ് ബെനിഫിറ്റ് ചാർജ് വരും. ഇനി അതല്ല ഇൻ ബിറ്റ്വീൻ 60,000 to 80,000 ആണെങ്കിൽ നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകത്തിന്റെ എമൗണ്ട് ഇൻ ബിറ്റ്വീൻ 60,000 to 80,000 ആണെങ്കിൽ നമ്മുടെ നോർമൽ കേസിൽ നിങ്ങൾക്ക് ചാർജ് വരും. എങ്ങനെ ചാർജ് കണ്ടുപിടിക്കുക? 1% ഇൻറ്റു ചൈൽഡ് ബെനിഫിറ്റ് ഇൻറ്റു അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മൈനസ് 60,000 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്യുക. സോ അപ്പൊ ഡിവൈഡ് ബൈ 100 അല്ല 200. അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം കേസിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1% ഇൻറ്റു ചൈൽഡ് ബെനിഫിറ്റ് ഇൻറ്റു 1% into child benefit into adjusted net income minus 60,000 divided by 200.
1% ഇൻറ്റു ചൈൽഡ് ബെനിഫിറ്റ് ഇൻറ്റു അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മൈനസ് 60,000 ഡിവൈഡ് ബൈ 200. സോ ഈ ഒരു കേസിലായിരിക്കും നമ്മൾ നോർമൽ കേസിൽ എന്ത് കണ്ടുപിടിക്കുക, ചൈൽഡ് ബെനിഫിറ്റ് ചാർജ് കണ്ടുപിടിക്കുക. ഇനി അതെല്ലാം നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകത്തിന്റെ എമൗണ്ട് മോർ ദാൻ 80,000 ആണെങ്കിൽ എത്രയാണോ കിട്ടിയത് അത് ഫുള്ളും നിങ്ങൾക്ക് എന്തായി മാറും, ടാക്സബിൾ ആയി മാറും എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ട്രാൻസ്ഫർ പേഴ്സണൽ അലവൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ അലവൻസ് ട്രാൻസ്ഫർ ചെയ്യാം. പേഴ്സണൽ അലവൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, 1260 ആണ്. അത് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പ്ലാൻ ഇട്ടാൽ അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല, 1260 ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുക. സോ റിസീവ് ചെയ്തിരിക്കുന്ന ആളുടെ പേഴ്സണൽ അലവൻസ് ഇൻക്രീസ് ചെയ്യുകയല്ല, അതിന് പകരം എന്താ, അവരുടെ ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും നമ്മൾ നോർമൽ കേസിൽ 1260യുടെ 20% ആയ 252 ഓർക്ക് 252 ഡിഡക്റ്റ് ആണ് ചെയ്യുക, ആടല്ല. ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് 252 ഡിഡക്ട് ചെയ്യുക. അതിന്റെ മെയിൻ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് ആർ ബേസിക് റേറ്റ് ടാക്സ് പെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഹസ്ബൻഡും വൈഫും ബേസിക് റേറ്റ് ടാക്സ് പെയർ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ മെയിൻ കണ്ടീഷൻ. അവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്തേക്കുക, അതായത് എങ്ങനെയാ ഒരു ഇൻഡിവിജ്വൽസിനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ പറയുക ഹസ്ബൻഡിന്റെ സാലറി 45,000, അപ്പൊ ഉടനെ ആള് ഒരു ബേസിക് റേറ്റ് ടാക്സ് പെയർ ആണോ ഹൈ റേറ്റ് ടാക്സ് പെയർ ആണോ എന്നുള്ളത്. 45,000 ആണെങ്കിൽ 45,000 മൈനസ് പേഴ്സണൽ അലവൻസ്, അങ്ങനെയായിരിക്കും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഏത് റേറ്റ് ടാക്സ് പെയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പേഴ്സണൽ അലവൻസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗർ ലെസ് ദാൻ 37,700 ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ നോർമൽ കേസിൽ ബേസിക് റേറ്റ് ടാക്സ് പെയർ എന്ന് പറയും. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ ജോയിന്റ്ലി ഹെൽഡ് പ്രോപ്പർട്ടി, ഹസ്ബൻഡും വൈഫും തമ്മിൽ ഏതെങ്കിലും ഒരു അസറ്റ് രണ്ടുപേരും കൂടെ മ്യൂച്വലി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഏത് ബേസിസിലാണ് ഞങ്ങൾ ഇൻകം ഷെയർ ചെയ്യുന്നത് എന്ന് ഒരു പ്രോപ്പർ ഡിക്ലറേഷൻ ഇല്ലെങ്കിൽ ഓൾവേസ് 50:50 എന്നുള്ള ബേസിലായിരിക്കും ഹസ്ബൻഡും വൈഫും ഇൻകം ഷെയർ ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നോർമലി നിങ്ങൾക്കറിയാം ടാക്സ് പ്ലാനിങ്ങിന്റെ ഏരിയാസിലേക്കൊക്കെ വരുമ്പോൾ ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഇൻകം വേണമെങ്കിലും, എന്ത് ഇൻകം എന്ന് പറയുമ്പോൾ അവരുടെ എംപ്ലോയ്മെന്റ് ഇൻകം വരില്ല, അല്ലാതുള്ള ഏത് ഇൻകം വേണമെങ്കിലും ഹസ്ബൻഡിനും വൈഫിനും ഷെയർ ചെയ്യാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇത് ഫാക്ടേഴ്സ്, എംപ്ലോയ്മെന്റിന്റെ കേസിലേക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എംപ്ലോയ്മെന്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഡയറക്റ്റ് തിയറി രീതിയിൽ നിങ്ങൾക്ക് വരാറില്ല, ബട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിലെ ടോണി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അതിൽ ഓൾറെഡി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എംപ്ലോയ്മെന്റ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ഒരു സിനാരിയോ തന്നിട്ട് അതിൽ ചോദിക്കുവാണ്, ആ ടോണി എന്ന് പറഞ്ഞ ആളൊരു എംപ്ലോയി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആ സിനാരിയോയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ടോണി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അങ്ങനെ ചോദിക്കുള്ളൂ, അല്ല ഡയറക്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. ദെൻ ഡയറക്ടേഴ്സ്, നമ്മൾ ബോണസ് റിസീവ് ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോൾ ഏണിങ്സ് ഡയറക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും കേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു ബോണസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആള് എംപ്ലോയി ആണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്ടർ എങ്കിൽ ക്ലിയർ ആയിട്ട് ഡയറക്ടർ എന്ന് പറയും. ഡയറക്ടേഴ്സിന്റെ ആ 5 പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാൻ മറക്കരുത്. ടൈം ആൻഡ് പേയ്മെന്റ് ഇസ് മെയ്ഡ്, ടൈം ഓഫ് എന്റൈറ്റിൽമെന്റ് അതൊന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കാം. ദെൻ അതുപോലെ തന്നെ എംപ്ലോയിയുടെ കേസിലേക്ക് വരുമ്പോൾ നോർമലി ഏർലിയസ്റ്റ് ഓഫ് ടൈം ആൻഡ് പേയ്മെന്റ് ഇസ് മെയ്ഡ് ആൻഡ് ടൈം ഓഫ് എന്റൈറ്റിൽമെന്റ്. earliest of time and payment is made and time of entitlement. Which one is earliest ആയിരിക്കും നമ്മൾ നോർമൽ കേസിൽ എടുക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ടൈം ആൻഡ് പേയ്മെന്റ് ഇസ് മെയ്ഡ് തരും, ടൈം ഓഫ് എന്റൈറ്റിൽമെന്റ് തരില്ല. അതിന് പകരം നിങ്ങൾക്ക് ചിലപ്പോൾ ഇയർ എൻഡഡ് തരും. ഇയർ എൻഡഡ് അതായത് നിങ്ങളുടെ P&L ഇയർ എൻഡഡും കാര്യങ്ങളൊക്കെ തരും. ക്വസ്റ്റ്യനിൽ ഇയർ എൻഡഡ് തന്നുകൊണ്ട് ഇയർ എൻഡ് ഒരിക്കലും എടുക്കരുത്. എംപ്ലോയിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇയർ എൻഡ് എടുക്കില്ല. അതിന് പകരം ടൈം ആൻഡ് പേയ്മെന്റ് ഇസ് മെയ്ഡ് മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ഉള്ളെങ്കിൽ ആ ഡേറ്റ് നിങ്ങളുടെ ടാക്സ് ഇയറിലാണോ എന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യുകയേ വേണ്ട. ഓക്കെ, അപ്പം എംപ്ലോയീസ് ഡയറക്ടർ അത് ശ്രദ്ധിച്ചേക്കുക. ദെൻ അലൗബിൾ ഡിഡക്ഷൻ. അലൗബിൾ ഡിഡക്ഷനിൽ നമുക്കറിയാം മെയിൻലി അതിനെ 3 ആയിട്ട് ഞാനൊന്ന് സമ്മപ്പ് ചെയ്തിരിക്കുവാണ്. അതായത് ട്രാവലിംഗ് എക്സ്പെൻസ്, മൈലേജ് അലവൻസ് ആൻഡ് അതർ ഡിഡക്ഷൻ എന്നുള്ളത്. അതായത് നോ പെർമനന്റ് വർക്ക് പ്ലേസ്, ഒരു പെർമനന്റ് വർക്ക് പ്ലേസ് ഒന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ടെമ്പററി വർക്ക് പ്ലേസ് ഉള്ളവർക്ക്, ടെമ്പററി വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 24 months ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾക്ക് നോർമൽ കേസിൽ അവർക്ക് വന്നിരിക്കുന്ന ട്രാവലിംഗ് എക്സ്പെൻസ് സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ബട്ട് റെഗുലർ ആയിട്ട് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നവർക്ക് അത് എലിജിബിൾ അല്ല. ക്ലയൻസ് ഓഫീസൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ഡിഡക്ഷൻ അലൗഡ് ആണ്. മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർ യൂസിങ് ദെയർ ഓൺ വെഹിക്കിൾ, നമ്മൾ നമ്മുടെ തന്നെ വെഹിക്കിൾ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ്. ഇവിടെ ഓർത്തോളം കാർ ബെനിഫിറ്റ്. കാർ ബെനിഫിറ്റ് കമ്പനി നമുക്കൊരു കാർ പ്രൊവൈഡ് ചെയ്തെങ്കിൽ അതാണ് കാർ ബെനിഫിറ്റ്. ബട്ട് മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ കാർ നമ്മൾ യൂസ് ചെയ്തെങ്കിൽ അതിനെയാണ് നമ്മൾ നോർമൽ കേസിൽ മൈലേജ് അലവൻസ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ.
നമുക്കറിയാം അപ് ടു 10,000 45 പെൻസും എക്സസിന് 25 പെൻസ് എന്നുള്ള രീതിയിലായിരിക്കും പോവുക. ദെൻ അപ്പോൾ അതിന്റെ എബോവ് വന്നെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എബോവ് നമ്മൾ റിസീവ് ചെയ്തെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ടാക്സിബിൾ ബെനിഫിറ്റ് അത് നമ്മുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. ദെൻ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കുറവാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് സാലറിയിൽ നിന്ന് ഡിഡക്ഷനും അലൗഡ് ആണ്. ദെൻ നമ്മൾ നോർമൽ കേസിൽ ഒക്യുപ്പേഷണൽ പെൻഷനിലേക്ക് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്താൽ അത് നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഓർത്തോണം, എംപ്ലോയി പേ ചെയ്താൽ ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ, എംപ്ലോയർ പേ ചെയ്താൽ ഡിഡക്ഷൻ അലൗഡ് അല്ല. നമ്മുടെ പ്രൊഫഷണൽ ബോഡീസിലേക്ക്, അതായത് ACCA സബ്സ്ക്രിപ്ഷൻ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ അലൗഡ് ആണ്. ദെൻ നമ്മൾ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അസറ്റ്സുകൾ, എന്തെങ്കിലും ലൈബിലിറ്റീസ് വന്നു അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ദെൻ ടാക്സിബിൾ ആൻഡ് എക്സംപ്റ്റ് ബെനിഫിറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നോർമൽ കേസിൽ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലിവിംഗ് അക്കോമഡേഷൻ, കാർ ബെനിഫിറ്റ്, ഫ്യൂവൽ ബെനിഫിറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ലിവിംഗ് അക്കോമഡേഷൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് പ്രോപ്പർട്ടി ഓൺ ബൈ ദ എംപ്ലോയർ ആണോ, പ്രോപ്പർട്ടി റെന്റഡ് ബൈ ദ എംപ്ലോയർ ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണം. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ആൻസർ മാറും. റെന്റഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ ആനുവൽ വാല്യൂ ഓർ റെന്റ് പേബിൾ ബൈ എംപ്ലോയർ ആണ്, വിച്ച് ഈസ് ഹയർ ആണ്. ടൈം അപ്പോഷന്റെ കാര്യം മറക്കരുത്. ദെൻ പ്രോപ്പർട്ടി ഓൺ ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ ആനുവൽ വാല്യൂ ഓർ റേറ്റബിൾ വാല്യൂ ആണ്. ഇനി നിങ്ങൾ മീൻസ് നിങ്ങളുടെ എംപ്ലോയർ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ കൂടെ അഡീഷണൽ ബെനിഫിറ്റ് ചാർജ് വരാം. ഈ അഡീഷണൽ ബെനിഫിറ്റ് ചാർജ് വരുന്നത് നമുക്കറിയാം നോർമൽ കേസിൽ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് ലിവിംഗ് അക്കോമഡേഷൻ മൈനസ് 75,000 ഇൻറ്റു ഒഫീഷ്യൽ റേറ്റ് എന്നാണ്. ഒഫീഷ്യൽ റേറ്റ് 2.25 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് കോസ്റ്റ് ഈസ് മോർ ദാൻ 75 ആണെങ്കിൽ മാത്രമേ എന്ത് റൈസ് ആകുന്നുള്ളൂ, അഡീഷണൽ ബെനിഫിറ്റ് ചാർജ് എറൈസ് ആകുള്ളൂ. ദെൻ അതിനുശേഷം സെക്കൻഡ് ആയിട്ടാണ് നോക്കേണ്ടത്, പർച്ചേസ് ചെയ്തിട്ട് മോർ ദാൻ 6 ഇയർ ആയോ, മോർ ദാൻ 6 ഇയർ പർച്ചേസ് കോസ്റ്റ് ഈസ് മോർ ദാൻ 75, പർച്ചേസ് ചെയ്തിട്ട് മോർ ദാൻ 6 ഇയറും ആയെങ്കിൽ നമ്മൾ ഓൾറെഡി അഡീഷണൽ ബെനിഫിറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാം. റണ്ണിംഗ് കോസ്റ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. റണ്ണിംഗ് കോസ്റ്റ് പെയ്ഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ പ്രത്യേകിച്ച് ഡിഡക്ഷനോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ജോബ് റിലേറ്റഡ് അക്കോമഡേഷൻ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ നോർമൽ കേസിൽ ജോബ് റിലേറ്റഡ് അക്കോമഡേഷൻ നോ ടാക്സിബിൾ ബെനിഫിറ്റ് ഒന്നും എറൈസ് ആകുന്നില്ല. ബട്ട് ഓർത്തോണം, ഈ കമ്പനി നമുക്ക് നോർമൽ കേസിൽ ജോബ് റിലേറ്റഡ് അക്കോമഡേഷൻ ഒക്കെയാണ്, ബട്ട് നമുക്ക് അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് ഹീറ്റിംഗ് ലൈറ്റിംഗ് ചാർജസ് ഒക്കെ തന്നെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ബെനിഫിറ്റ് ആണ്. അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ഏണിങ്സിന്റെ 10% ആണ് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തേക്കും. കൗൺസിൽ ടാക്സ്, വാട്ടർ ചാർജസ് ഒക്കെ കമ്പനി പേ ചെയ്തെങ്കിൽ അത് നമ്മൾ നോർമൽ കേസിൽ ടാക്സബിൾ ആയിരിക്കും. ദെൻ കാർ ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നോർമലി ഡിഫറൻസുകൾ പ്രത്യേകിച്ച് അതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് മൈൽസ് ഓൾറെഡി തരും, അത് നിങ്ങൾ നോക്കി ചെയ്തേക്കാം. കാർ ബെനിഫിറ്റ്, കാറിന്റെ CO2 എമിഷൻ ഇൻ ബിറ്റ്വീൻ 0 ഗ്രാം ആണെങ്കിൽ 2%, ഇൻ ബിറ്റ്വീൻ 1 to 50 ഗ്രാം ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കേണ്ടത് മൈൽസ് ആണ് നോക്കേണ്ടത്. മൈൽസിനനുസരിച്ച് പെർസെന്റേജിൽ ഡിഫറൻസുകൾ വരും. ദെൻ അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ 51 to 54 ഗ്രാം ആണെങ്കിൽ 15%, 55 എങ്കിൽ 16. ദെൻ എവരി 5-ന് നമുക്കറിയാം 1% ഇൻക്രീസ് ആവും, മാക്സിമം 37 ആണ്. ഡീസൽ കാർ ആണെങ്കിൽ +4 വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തേക്കാം. എങ്കിലും മാക്സിമം 37%. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ 5,000 നോർമലി അതിൽ നിന്ന് ഡിഡക്ഷനും അലൗഡ് ആയിരിക്കും. ദെൻ കാർ ബെനിഫിറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ടൈം അപ്പോഷൻ ആണ്. മിക്കവാറും ടൈം അപ്പോഷനിലാണ് സ്റ്റുഡൻസ് തെറ്റിക്കാറുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലിസ്റ്റ് പ്രൈസും ഡിസ്കൗണ്ട് പ്രൈസും. ലിസ്റ്റ് പ്രൈസ് എടുക്കാവുള്ളൂ, ഡിസ്കൗണ്ട് പ്രൈസ് നിങ്ങളെ ക്വസ്റ്റിൽ തെറ്റിക്കാനാണ്. ഡിസ്കൗണ്ട് പ്രൈസ് എടുക്കാൻ പാടില്ല. ദെൻ ടൈം അപ്പോഷന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്യൂവലിന്റെ കേസ് പറഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് ഫ്യൂവൽ കാർ പ്രൊവൈഡ് ചെയ്തു കൂടാണ്ട് അഡീഷണൽ ആയിട്ട് ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 27,800 ഇൻറ്റു പെർസെന്റേജ് ആയിരിക്കും നോർമൽ കേസിൽ ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അവിടെയും കാർ ബെനിഫിറ്റിന് ടൈം അപ്പോഷൻ വന്നെങ്കിൽ ഫ്യൂവലിനും ടൈം അപ്പോഷൻ വരും. ഫ്യൂവലിന് പ്രത്യേകിച്ച് നമ്മൾ റീഇംബേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡിഡക്ഷനോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്ത ഫ്യൂവലിന്റെ ഫുള്ളും നമുക്ക് പ്രൊവൈഡ് ചെയ്തു, മീൻസ് നമ്മൾ റീഇംബേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ബെനിഫിറ്റ് 0. ഫുള്ളി റീഇംബേഴ്സ് ചെയ്താൽ പാർട്ട്ലി ആണെങ്കിൽ ഡിഡക്ഷനോ കാര്യങ്ങളോ ഇല്ല, നോർമൽ വേയിൽ ടാക്സബിൾ ആകും.
വാൻ ആൻഡ് ഹെവിയർ കൊമേഴ്സ്യൽ വെഹിക്കിളിന്റെ ലിമിറ്റ് ഇതാണ്. നമ്മുടെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ടൈം പീരീഡ് റെഡ്യൂസ്ഡ് ആണെങ്കിൽ ടൈം അപ്പോഷൻ നടത്തുക. വാൻ പ്രൊവൈഡ് ചെയ്തെങ്കിൽ 3960, അതിന്റെ കൂടെ ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്തെങ്കിൽ 757 ആണ്. അവിടെ പ്രത്യേകിച്ച് CO2 എമിഷനോ കാര്യങ്ങളോ നോക്കണ്ട. ഇനി നിങ്ങളുടെ CO2 എമിഷൻ വാനിന്റെ 0 ആണെങ്കിൽ വാൻ ബെനിഫിറ്റും ഫ്യൂവൽ ബെനിഫിറ്റും 0 ആയിരിക്കും. ദെൻ നമുക്കറിയാം ബെനിഫിറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ലോൺ എന്തെങ്കിലും കേസിലേക്ക് വരുവാണ്, ലോൺ നിങ്ങൾ എടുത്തിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്, മാർക്കറ്റിലും കുറഞ്ഞ വാല്യൂവിന് നിങ്ങൾക്ക് ലോൺ കിട്ടിയെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ആവറേജ് മെത്തേഡ് ഓർ സ്ട്രിക്ട് മെത്തേഡ് വിച്ച് എവർ ഈസ് ലോവർ ചെയ്യുക. ആ വിച്ച് എവർ ഈസ് ലോവറിൽ ഏതാണോ അതായിരിക്കും നമ്മുടെ ടാക്സിബിൾ ബെനിഫിറ്റ് എന്ന് പറയുക. അവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, സെക്ഷൻ സിയിലും കയറി വരാറുണ്ട്, നിങ്ങൾ ഒരു ലോൺ എടുത്തിരിക്കുന്നത് ലോൺ എമൗണ്ട് ഈസ് ലെസ് ദാൻ 10,000 എങ്കിൽ എക്സംഡ് ആണ്. അത് റീസൺ ലോൺ എമൗണ്ട് ഈസ് ലെസ് ദാൻ 10,000 എന്ന് മെൻഷൻ ചെയ്തോണം. മോർ ദാൻ 10,000 ആണെങ്കിൽ ടാക്സിബിൾ വരുള്ളൂ. ഇനി അതല്ല നമ്മൾ ആ 5 പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് എങ്കിൽ നമ്മുടെ നോർമൽ കേസിൽ അതെങ്ങനെയായിരിക്കും? ആ 5 പർപ്പസിന് വേണ്ടിയാണെങ്കിൽ നോർമൽ കേസിൽ അത് ഫുള്ളി നമുക്ക് എക്സംഡ് ആണ്, ടാക്സ് ബെനിഫിറ്റ് അറൈസ് ആവുന്നില്ല. ദെൻ പ്രൈവറ്റ് യൂസ് ഓഫ് അതർ അസറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ നോർമൽ കേസിൽ ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കമ്പനി നമുക്ക് തന്നു, യൂസ് ചെയ്യാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹയർ ഓഫ് 20% മാർക്കറ്റ് വാല്യൂ വെൻ ഫസ്റ്റ് പ്രൊവൈഡഡ് ഓർ റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ ആണ്, വിച്ച് എവർ ഈസ് ഹയർ. ഇനി അതല്ലാതെ സർട്ടൺ മന്ത്സോ ഇയേഴ്സോ കഴിയുമ്പോൾ നമ്മൾ അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ ഓഫ് കറന്റ് മാർക്കറ്റ് വാല്യൂ ലെസ് പ്രൈസ് പെയ്ഡ് ബൈ എംപ്ലോയി ഓർ മാർക്കറ്റ് വാല്യൂ വെൻ ഫസ്റ്റ് പ്രൊവൈഡഡ് ലെസ് എവരി എമൗണ്ട് ഓൾറെഡി ടാക്സ് ആൻഡ് ലെസ് പ്രൈസ് പെയ്ഡ് ബൈ എംപ്ലോയി. ഈ ഒരു രീതിയിലായിരിക്കും അത്, അതിലെ വിച്ച് എവർ ഈസ് ഹയർ ആയിരിക്കും എടുക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. കോസ്റ്റ് ഓഫ് റണ്ണിങ് നഴ്സറി എക്സംഡ് ആണ്. ദെൻ നോൺ ക്യാഷ് അവാർഡ് ലോങ് സർവീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എക്സംഡ്. റിമൂവൽ എക്സ്പെൻസിന്റെ ഓർത്തോണം 8,000 എക്സസ് ആണെങ്കിൽ എക്സസ് എമൗണ്ട് ഈസ് ടാക്സബിൾ ആണ്. പിന്നെ ഇവിടെ കൂടുതലും ഒന്ന് റിമൂവൽ എക്സ്പെൻസ് നോക്കണം ലോങ് സർവീസിന്റെ കേസ്. പിന്നെ സ്റ്റാഫ് പാർട്ടി എപ്പോഴും ടെസ്റ്റ് ചെയ്യാറുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. സ്റ്റാഫ് പാർട്ടി ആണെങ്കിൽ 150 എന്നുള്ളത് എംപ്ലോയിക്കാണ് ലിമിറ്റ് എന്നുള്ളത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എംപ്ലോയിക്കാണ് 150 കൂടുതൽ. നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 കൂടുതൽ നമ്മൾ റിസീവ് ചെയ്തെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ടാക്സബിൾ ആയിരിക്കും. ഫുൾ എമൗണ്ട് ഓർ ഹോൾ എമൗണ്ട് ഈസ് ടാക്സബിൾ. ഇനി അതല്ല ഒരു സോൾ ട്രേഡറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ എംപ്ലോയിനെ എന്റർടൈൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്റ്റാഫ് പാർട്ടി പ്രൊവൈഡ് ചെയ്തു, അവിടെ ലിമിറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളും പി ആൻഡ് ഡിഡക്ട് ചെയ്യാം. ലോണിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ജോബ് റിലേറ്റഡ് അക്കോമഡേഷൻ നമുക്കറിയാം നോർമൽ കേസിൽ എക്സംഡ് ആണ്, അതിന്റെ കണ്ടീഷനും കാര്യങ്ങളും പറഞ്ഞു. പേഴ്സണൽ ഇൻസിഡന്റൽ എക്സ്പെൻസ് ഓർത്തോണം, നമ്മൾ ഓൾറെഡി നമ്മുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത UK ഒരു ഹോട്ടൽ സ്റ്റേയിൽ ആണെങ്കിൽ ഓൾറെഡി 5 പൗണ്ട് എക്സംഡും, ഓവർസീസിലാണെങ്കിൽ നമ്മുടെ നോർമൽ കേസിൽ 10 പൗണ്ട് എക്സംഡ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. അതിന്റെ എക്സസ് ആണെങ്കിൽ ഹോൾ എമൗണ്ട് ഈസ് ടാക്സബിൾ. കമ്പനിയിൽ ഒരു ജിം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്താൽ അത് നമുക്ക് നോർമലി എക്സംഡ് ആണ്. ഔട്ട്സൈഡ് ജിമ്മിലാണ് നമ്മൾ ഫെസിലിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്തെങ്കിൽ ടാക്സബിൾ, അത് പ്രത്യേകം ഓർത്തോണം. ദെൻ ഹൗസ് ഹോൾഡ് കോസ്റ്റ് മറക്കരുത്, നമ്മൾ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളും നടത്തുന്നു, അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ കേസിൽ കമ്പനി റീഇംബേഴ്സ് ചെയ്തു. പെർ വീക്ക് 6 പൗണ്ട് വരെ എക്സംഡ് ആണ്, അതിന്റെ എബോവ് ആണെങ്കിൽ ഹോൾ എമൗണ്ട് ഈസ് ടാക്സബിൾ എന്നാണ്, എക്സസ് എമൗണ്ട് ഈസ് ടാക്സബിൾ എന്നാണ്. ബട്ട് ഇവിടെ വീക്ക്ലി 6 പൗണ്ടും ദെൻ അതുപോലെ മന്ത്ലി 26 പൗണ്ട് എന്നാണ്. ഇനി എക്സസ് ടാക്സബിൾ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതിന് പ്രോപ്പർ എവിഡൻസ് കൊടുക്കുക. ഇനി നമുക്ക് എക്സസ് വന്നു, അതിന് നമ്മൾ പ്രോപ്പർ എവിഡൻസോ കാര്യങ്ങളോ കൊടുത്താൽ അതിന് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ അത് ടാക്സബിൾ എന്നുള്ളതിന്റെ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല, കാരണം ഇങ്ങനെ ഒരു റൂളും കൂടെ, അതിനൊരു സപ്പോർട്ടിങ് റൂൾ ഉണ്ട്. നമ്മൾ നോർമൽ കേസിൽ കൂടുതലായിട്ട്, അതായത് എക്സസ് വന്നിട്ടുണ്ട്, അതിന് നമ്മളൊരു പ്രോപ്പർ എവിഡൻസോ പ്രൂഫോ അല്ലെങ്കിൽ ബില്ല് റെസിപ്റ്റ് ഒക്കെ കൊടുത്താൽ അത് നമുക്ക് ടാക്സബിൾ ആയിരിക്കില്ല. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. മീൽസോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തെങ്കിൽ അത് നമുക്ക് സ്റ്റാഫ് ക്യാൻറ്റീൻ അതെല്ലാം എക്സംപ്റ്റ് ആണ്. മൊബൈൽ ഫോൺ നിങ്ങൾക്കറിയാം, 1 മൊബൈൽ ഫോൺ ഈസ് എക്സം ആൻഡ് 2nd മൊബൈൽ ഫോൺ ഈസ് ടാക്സബിൾ, അതൊന്ന് പ്രത്യേകം നോക്കിയേക്കുക. ട്രൈബൽ ബെനിഫിറ്റ്സ് നമുക്കറിയാം നോർമൽ കേസിൽ അത് എക്സംപ്റ്റ് ആണ്, 50 പൗണ്ട് വരെ നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ ഔട്ട്സൈഡ് UK അത് നമ്മുടെ നോർമൽ കേസിൽ മെഡിക്കൽ ഇൻഷുറൻസ് എക്സംപ്റ്റ് ആണ്, ഇൻസൈഡ് UK ആണെങ്കിൽ ടാക്സബിൾ ആണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നോർമൽ കേസിൽ എന്തെങ്കിലും റിവാർഡ്, എക്സാം പാസ് ആയതിന് എന്തെങ്കിലും റിവാർഡോ കാര്യങ്ങളോ ഒക്കെ കമ്പനി തന്നു എന്നൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ അത് ടാക്സബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തോളുക. എക്സാം പാസ് ആയതിന്റെ പേരിൽ റിവാർഡോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്തെങ്കിൽ അതും നിങ്ങളെ സംബന്ധിച്ച് ടാക്സബിൾ ആണ്. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ പെൻഷനിൽ നമുക്കറിയാം മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പേഴ്സണൽ ആൻഡ് ഒക്യുപ്പേഷണൽ എന്നാണ്.
നമ്മുടെ നോർമൽ കേസിൽ പേഴ്സണൽ പെൻഷനിലാണെങ്കിൽ ബാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാം, ഒക്യുപേഷണൽ പെൻഷൻ ആണെങ്കിൽ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ആരാണ് പേ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇനി നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് പെൻഷനിലേക്ക് പേ ചെയ്യാവുന്നത് നോർമൽ കേസിൽ എത്രയായിരിക്കും? ഹയർ ഓഫ് 3,600 ഓർ 11 UK ഏണിംഗ്സ് ആയിരിക്കും നമുക്ക് നോർമൽ കേസിൽ പെൻഷനിലേക്ക് പേ ചെയ്യാവുന്നത്. 11 UK ഏണിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? എംപ്ലോയ്മെന്റ് ഇൻകം, ട്രേഡിംഗ് ഇൻകം, ദെൻ ഇൻകം ഫ്രം FHL, ഇതൊക്കെയാണ് നമ്മുടെ നോർമലി 11 UK ഏണിംഗ്സിലേക്ക് വരിക. നമുക്ക് എത്ര പെൻഷൻ സ്കീമിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യം ഓർത്തേക്കാം. നമ്മുടെ ആനുവൽ അലവൻസ് ലിമിറ്റ് ഓൾറെഡി 60,000 ആണ്. ഓർത്തോളുക. പ്രീവിയസ് ഇയറിലെ എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു ഓർത്തോളുക. അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഇയറിൽ അന്ന് നിങ്ങൾക്ക് 40 എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഓർക്കുക, ഇപ്പോഴത്തെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഇയറിൽ, അതായത് 24-25 60 ആണ്. പ്രീവിയസ് ഇയർ ആയ 23-24 ആനുവൽ അലവൻസ് ലിമിറ്റ് 60 തന്നെയാണ്. ദെൻ അതിന്റെ തൊട്ട് പ്രീവിയസ് 2 ഇയേഴ്സ്, ദാറ്റ് മീൻസ് 21-22 ആൻഡ് 22-23 നിങ്ങളുടെ ലിമിറ്റ് 40,000 ആണ്. ഇനി എങ്ങനെയായിരിക്കാം അൺയൂസ്ഡ് ആനുവൽ അലവൻസ് കണ്ടുപിടിക്കാം? ഡ്യൂറിംഗ് ദി ഇയറിലെ ലിമിറ്റ് ഏതാണോ ആ ലിമിറ്റ് മൈനസ് നമ്മൾ എത്രയാണോ പെൻഷനിലേക്ക് പേ ചെയ്തിരിക്കുന്നത് അത് വെച്ചാണ് നമ്മൾ നോർമൽ കേസിൽ അൺയൂസ്ഡ് ആനുവൽ അലവൻസ് കണ്ടുപിടിക്കുക. 60,000 എബോവ് പേ ചെയ്താൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം എന്നാണ് പറയുക. എങ്കിലും പ്രീവിയസ് ഇയറിൽ നിന്ന് അൺയൂസ്ഡ് ആനുവൽ അലവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണ്ട. ഇനി ഈ 60,000 എബോവ് ആണെങ്കിൽ എക്സ്ട്രാ ചാർജ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിലേക്ക് വരുന്നത് നമ്മളെന്ന എംപ്ലോയിയുടെ പേഴ്സണൽ പെൻഷനും ഒക്യുപേഷണൽ പെൻഷനും, നമ്മുടെ എംപ്ലോയർ പേ ചെയ്തിരിക്കുന്ന പേഴ്സണലും ഒക്യുപേഷനും. അപ്പം ഈ 4 കാര്യങ്ങളും കൂടെ സം ചെയ്യുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയാം, ഈ 60,000 എന്നുള്ള ലിമിറ്റ് കൗണ്ട് ചെയ്യുന്നത്. അപ്പം ഈ 4, അതായത് നമ്മൾ പേഴ്സണലിലേക്കും ഒക്യുപേഷനിലേക്കും എംപ്ലോയർ പേഴ്സണലിലേക്കും ഒക്യുപേഷനിലേക്കും പേ ചെയ്തതും എല്ലാം കൂടെ കൂടുന്നത് എക്സസ് ആണെങ്കിലാണ് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഇവിടെ നിങ്ങൾക്കറിയാം എങ്കിൽ ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു, നോർമൽ കേസിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ എംപ്ലോയർ പെൻഷനിലേക്ക് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്തു, നമ്മളെ സംബന്ധിച്ച് ആസ് ആൻ എംപ്ലോയി നമ്മളെ സംബന്ധിച്ച് അത് എക്സംപ്റ്റ്, നമ്മൾ അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. അതുപോലെ തന്നെ എംപ്ലോയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ അവരുടെ P&L നിന്ന് പെൻഷനിലേക്ക് എംപ്ലോയിയുടെ പെൻഷൻ പേ ചെയ്തെങ്കിൽ അത് അവർക്ക് ഡിഡക്ഷനും അലൗഡ് ആണ്. പിന്നെ എപ്പോഴാണ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ സം ചെയ്യുന്നതാണ് 60,000 എന്നുള്ള ലിമിറ്റ് പറഞ്ഞു. സോ അപ്പം നമുക്ക് റിസീവ് ചെയ്ത പെൻഷൻ സ്കീം പേഴ്സണൽ ആയിക്കോട്ടെ ഒക്യുപേഷണൽ ആയിക്കോട്ടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത എക്സംപ്റ്റ് ആണ്. ബട്ട് ഇത് ഡ്യൂറിംഗ് ദ ഇയറിൽ ഇത് സം ചെയ്യുമ്പോൾ 60-ലും എബോവ് വന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണോ അതിനെ ബേസ് ചെയ്ത് എക്സ്ട്രാ ചാർജ് കൊടുക്കും. ഇനി നമുക്കറിയാം നമ്മുടെ അഡ്ജസ്റ്റഡ് ഇൻകം ഓൾറെഡി 2,60,000 ആണെങ്കിൽ നമ്മുടെ ആനുവൽ അലവൻസ് ലിമിറ്റ്, നമ്മൾ നോർമലി ആനുവൽ അലവൻസ് ലിമിറ്റ് 60 ആണ്. ബട്ട് എങ്കിലും 260-ലും എബോവ് ആണെങ്കിൽ നമ്മുടെ ലിമിറ്റ് റെഡ്യൂസ് ആകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ദെൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 360-ലും എബോവ് ആണെങ്കിൽ ആനുവൽ അലവൻസ് ലിമിറ്റ് റെഡ്യൂസ് ആകുന്നത് 40,000-ലേക്കായിരിക്കും. ആനുവൽ അലവൻസ് 360-ലും എബോവ് ആണെങ്കിൽ ആനുവൽ അലവൻസ് ലിമിറ്റ് 10,000-ലേക്ക് റെഡ്യൂസ് ആകും എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. ട്രേഡിംഗ് ഇൻകത്തിലൊക്കെ നമ്മൾ കോർപ്പറേഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ട്രേഡിംഗ് ഇൻകം ക്യാപിറ്റൽ അലവൻസിലൊന്നും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ദെൻ ട്രേഡ് ലോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നോർമൽ കേസിൽ ഒരു ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത്, നിങ്ങൾ എന്ന ട്രേഡർക്ക് ബിസിനസ്സിൽ ഒരു ലോസ് വന്നെങ്കിൽ നോർമൽ കേസിൽ അത് നിങ്ങളുടെ കറന്റ് ഇയറിലെ ജനറൽ ഇൻകം ഓർ ടോട്ടൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ദെൻ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ദെൻ ഫ്യൂച്ചറിലെ ട്രേഡ് പ്രോഫിറ്റുമായിട്ടാണ് റിമൈനിങ് സെറ്റ് ഓഫ് ചെയ്യുക. ഇത് നോർമൽ ഒരു ഓർഡർ പറയും. പക്ഷെ ഓർത്തോണം, നോർമൽ കേസിൽ ഇനി മുതൽ ഓർഡർ എന്താന്ന് ഞാൻ ഓൾറെഡി ചാർജബിൾ ഗെയിൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആദ്യമേ കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകം, ദെൻ കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിൻ, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം, പ്രീവിയസ് ഇയറിലെ ചാർജബിൾ ഗെയിൻ, ഫ്യൂച്ചറിലെ ട്രേഡ് പ്രോഫിറ്റ്, അതായിരിക്കും ഓർഡർ നോക്കുക. അവിടെ നമുക്കറിയാം നമ്മൾ നോർമൽ കേസിൽ ടോട്ടൽ ഇൻകം ആയിട്ട് ഡിഡക്ട് ചെയ്യുന്നതിന്, ഒരു ട്രേഡ് ലോസ് ടോട്ടൽ ഇൻകം ആയിട്ട് ഡിഡക്ട് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്തായിരുന്നു? ഹയർ ഓഫ് 50,000 ഓർ 25% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്. ദെൻ അതിൽ ട്രേഡിംഗ് ഇൻകത്തിന്റെ കേസിൽ ലിമിറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം ഓർത്തോളുക. പിന്നെ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്, ഡ്യൂറിംഗ് ദി ഇയറിൽ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ അതിനെ പേഴ്സണൽ അലവൻസ് ആക്കാൻ പറയുന്നുണ്ട്. ബട്ട് അവിടെയും ഓർക്കുക, ഡ്യൂറിംഗ് ദി ഇയറിൽ നമുക്കൊരു ചാർജ് ഗെയിൻ ഉണ്ട്. അതുമായിട്ട് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പോകണമെങ്കിൽ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് എത്ര സ്മോൾ ഫിഗർ ആയാലും നമുക്ക് നോർമൽ കേസിൽ ടോട്ടൽ ഇൻകം ആയിട്ട് ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ടേ ചാർജബിൾ ഗെയിനിലേക്ക് വരാവൂ.
ഇനി ചാർജബിൾ ഗെയിനിൽ നമുക്ക് ഒരു ലോസ്, നമ്മുടെ ട്രേഡ് ലോസ് ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അവിടെയും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ലോവർ ഓഫ് ട്രേഡ് ലോസ് മൈനസ് ജനറൽ ഇൻകം ഓർ ടോട്ടൽ ഇൻകം ഓർ നെറ്റ് ചാർജബിൾ ഗെയിൻ മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ്. അതിലെ വിച്ചെവർ ഈസ് ലോവർ ആണ് ട്രേഡ് ലോസ് ഡിഡക്ട് ചെയ്യാവുന്നത്. അവിടെ എ പ്രിസർവ് ചെയ്യേണ്ട, ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എ പ്രിസർവ് ചെയ്യണ്ട. സോ അപ്പം അവിടെ നമ്മൾ നെറ്റ് ചാർജബിൾ ഗെയിൻ മൈനസ് ട്രേഡ് ലോസ് ദെൻ എ ദെൻ പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ്, ആ ഒരു ഓർഡറിലാണ് പോവുക. ദെൻ ഓപ്പണിംഗ് റിലീഫ് എന്താ? ഓപ്പണിംഗ് റിലീഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് 4 ടാക്സ് ഇയേഴ്സിലെ ട്രേഡ് ലോസ് സെറ്റ് അഗൈൻസ്റ്റ് പ്രീവിയസ് 3 ഇയേഴ്സ് ടോട്ടൽ ഇൻകം ഫിഫോ ബേസിസ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ എയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നു, ട്രേഡ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ജസ്റ്റ് എന്ന് പറയും, എന്നിട്ട് പ്രീവിയസ് 3 ഇയറിലെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം തരുവാണെങ്കിൽ ഫിഫോ മെത്തേഡ് ഏർലിയർ ഇയർ ഈ ഇയറിൽ 24-25 ട്രേഡ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇതിന്റെ പ്രീവിയസ് 3 ഇയറിലെ ഫസ്റ്റ് വരുന്ന ഇയറിൽ നിന്നായിരിക്കും ആദ്യമേ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ദെൻ ടെർമിനൽ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് 12 മന്തിലെ ലോസ് പ്രീവിയസ് 3 ഇയറിലെ ട്രേഡിംഗ് പ്രോഫിറ്റ്, അത് നിങ്ങൾക്കറിയാം ടെർമിനൽ ലോസിന്റെ കാൽക്കുലേഷൻ, അതും ശ്രദ്ധിച്ചോണം, അഡീഷൻ ആണ്. സോ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ടെർമിനൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ടെർമിനൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നാണ് ട്രേഡ് സീസ് ചെയ്തത് അതിന് തൊട്ടുമുള്ള 6th ഏപ്രിലിന് ഫ്രണ്ടിലേക്ക് ആ ട്രേഡ് സീസ് ചെയ്ത ഡേറ്റ്, അത് എത്ര മന്ത് എന്ന് കൗണ്ട് ചെയ്യുക, അവിടുന്ന് ബാക്കിലേക്ക് റിമൈനിങ് മന്ത് കൗണ്ട് ചെയ്യുക, അങ്ങനെ ലാസ്റ്റ് 12 മന്തിലെ ലോസ് കണ്ടുപിടിക്കുക. ഈ ഒരു ടൈം പീരീഡിലൊക്കെ 6th ഏപ്രിലിന് ഫ്രണ്ടിലേക്കും 5th ഏപ്രിലിന് ബാക്കിലേക്കും എടുക്കുമ്പോഴും അവിടെ നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനാണ് പറയുന്നത്, ലോസ് ആണെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടെർമിനൽ ലോസ് വന്നാൽ ആ ടെർമിനൽ ലോസ് ലാസ്റ്റ് 12 മന്തിലെ ലോസ് പ്രീവിയസ് 3 ഇയേഴ്സിലെ ട്രേഡിംഗ് പ്രോഫിറ്റുമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ നിങ്ങൾക്കറിയാം ട്രാൻസാക്ഷണൽ പ്രോഫിറ്റിന്റെ കേസ് അറിയാം. നമുക്കറിയാം നമ്മുടെ നോർമൽ കേസിൽ ഡ്യൂറിംഗ് ദി ഇയറിൽ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന പി ആൻഡ് പീരീഡ് 31st മാർച്ചോ 5th ഏപ്രിൽ ആണ് എൻഡിങ് എങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വേറെ ഏതെങ്കിലും ആണ് നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് എങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്തിരിക്കണം? ടൈം അപ്പോർഷൻ ചെയ്തെടുത്തോണം. 6th ഏപ്രിൽ ടു 5th ഏപ്രിൽ ട്രേഡ് പ്രോഫിറ്റിനെ അപ്പോർഷൻ ചെയ്തെടുത്തോണം. സോ ഈ ഒരു ടൈം പീരീഡിൽ ആ ക്വസ്റ്റനിൽ ട്രാൻസാക്ഷണൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അത് നമ്മുടെ നോർമൽ കേസിൽ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ നമ്മുടെ പി ആൻഡ് പീരീഡ് 31st മാർച്ചോ 5th ഏപ്രിലോ അല്ലെങ്കിലാണ് ഈ ട്രാൻസാക്ഷണൽ പ്രോഫിറ്റ് വരിക. കറക്റ്റ് 5th ഏപ്രിലോ 31st മാർച്ചോ ആണെങ്കിൽ ട്രാൻസാക്ഷണൽ പ്രോഫിറ്റ് വരില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആണെങ്കിൽ ഡയറക്ട്ലി ട്രാൻസാക്ഷണൽ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഇൻകം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. അപ്പം ആദ്യമായിട്ട് ഒരാൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളുടെ ഫസ്റ്റ് ടാക്സ് ഇയർ എന്ന് പറയുന്നത് എന്നാണോ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് മുതൽ നെക്സ്റ്റ് 5th ഏപ്രിൽ എന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആള് ട്രേഡ് സീസ് ചെയ്യുവാണെങ്കിൽ ആളുടെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത് സീസ് ചെയ്ത ഡേറ്റിന് തൊട്ടുമുമ്പുള്ള 6th ഏപ്രിലിന് ട്രേഡ് സീസ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കാം അവരുടെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റില് ഈ ലോസ് സെറ്റ് ഓഫിന്റെ ഒരു ഓർഡർ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. സമാനത ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രേഡ് ലോസ്, അത് ജസ്റ്റ് തിയറി ഒന്ന് നോക്കി ട്രേഡ് ലോസിന്റെ ചാപ്റ്ററിൽ കിടപ്പുണ്ട് കപ്ലാനില്, അല്ലെങ്കിൽ ഈ ആൻസറുകളിലൊക്കെ ഇങ്ങനെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലോസിൽ അതിന്റെ ഒരു സം അപ്പ് നോട്ട് ഉണ്ടാക്കി അത് പഠിച്ചോണം. നോക്കിയേ, ഇത് സമാനത എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്, കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 120. അപ്പം 3 ഇയേഴ്സിലെ 23, 24, 24, 25 ആൻഡ് 25, 26 3 ഇയേഴ്സിലെ റിസൾട്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലോസ് 24-25 ഒരു 81,900 ലോസ് ഉണ്ട്, ട്രേഡ് ലോസ്. അതുപോലെ തന്നെ ചാർജബിൾ ക്യാപിറ്റൽ ലോസും ഉണ്ട്. നമുക്കറിയാം നമ്മൾ നോർമലി സെറ്റ് ഓഫ് ചെയ്യുന്നതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ടോട്ടൽ ഇൻക്വയറി സെറ്റ് ഓഫ് ചെയ്യും, അതിനുശേഷം ചാർജബിൾ ഗെയിൻ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇവിടുത്തെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് കണ്ടോ 3,800 ഉള്ളൂ. അത് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് എത്ര സ്മോൾ ഫിഗർ ആയാലും അവിടെ സെറ്റ് ഓഫ് ചെയ്യണം എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചാർജബിൾ ഗെയിൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല.
അതിനാൽ തന്നെ അതിനെ നമുക്ക് പേഴ്സണൽ അലവൻസ് ആയിട്ട് എഴുതാം. അവിടെ ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത് ചിന്തിക്കേണ്ട. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന ഹെഡിങ് കൊടുക്കുക. ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം. Computation of taxable income. Three years, 23, 24, 24, 25, 25 and 26. Loss amount എഴുതണ്ട. Trade profit 21,600. Then 11,650. Then building society 5,200. 3,800. Then 1,850. നമുക്കറിയാം ഇവിടെ ചാർജബിൾ ഗെയിൻ അത് നമ്മൾ ഈ ഹെഡിലല്ല എഴുതണേ. അത് നമുക്ക് വേറെ ടാക്സബിൾ ഗെയിൻ എന്നുള്ള ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇതിനെ നമ്മൾ ടോട്ടൽ ഓർ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നു. ദെൻ നമുക്കറിയാം നമ്മുടെ ലോസ് മേക്കിംഗ് പീരീഡിനെയാണ് നമ്മൾ എപ്പോഴും കറന്റ് ഇയർ എന്ന് പറയുക. സോ കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകം നമ്മൾ ആഡ് ചെയ്തു. എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണ്. ഓർക്കുക ഇവിടെ ചാർജബിൾ ഗെയിനും ഈ വർഷം 24-25 ചാർജബിൾ ഗെയിനും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നോർമൽ കേസിൽ ഏതിലേക്ക് പോകുന്നു? നമ്മൾ ക്യാരി ബായ്ക്ക് പോകുന്നു. ക്യാരി ബായ്ക്ക് പോകുമ്പോൾ ഇതിവിടെ ടോട്ടൽ ഇൻകം, ദെൻ ട്രേഡ് ലോസ്, ക്യാരി ബായ്ക്ക്, ദെൻ നെറ്റ് ഇൻകം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. നെറ്റ് ഇൻകം ഇതിനെ 3,800 നെറ്റ് ഇൻകം. Then total income 73,700. ഇനി നിങ്ങൾക്കുള്ള ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ ഇവിടെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് മോർ ദാൻ 50,000 ആണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ട്രേഡ് ലോസും മോർ ദാൻ 50,000 ആണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ സെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ ഇവിടെ ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഹയർ ഓഫ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ഹയർ ഓഫ് 50,000 or 25% of adjusted total income എന്നാണ്. So that is amount 73,700 ആണ്. 73,700 into 25%. നമുക്കറിയാം 73,700 into 25% എന്ന് പറയുമ്പോൾ സ്മോൾ ഫിഗറെ വരുള്ളൂ. 73,700 into 25%. 18,425 വരുന്നുള്ളൂ. 18,425 പ്ലസ് ട്രേഡിംഗ് ഇൻകം വിച്ച് എവർ ഈസ് ഹയർ. അതേ പ്ലസ് ട്രേഡിംഗ് ഇൻകം എന്നാണ് പറയുക. നിങ്ങൾക്കറിയാം ഇവിടെ ട്രേഡിംഗ് ഇൻകം നിങ്ങൾക്ക് 21,600 ഉണ്ട്. സോ അതിന്റെ മീനിങ് ഇവിടെ ഇപ്പൊ ഹയർ 50 ആണ്. സോ 50,000 പ്ലസ് 21,600 ആണ്. സോ ദാറ്റ് മീൻസ് 71,600 അത്രയും വരെ വേണമെങ്കിൽ 71,600 വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം എന്നാണ് റൂള്. ഇതിൽ റെസ്ട്രിക്ഷൻ ഇല്ല. ദെൻ അപ്പം ഇതില് 71,600 നമ്മളിവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നു. 71,600 നമ്മൾ ട്രേഡ് ലോസ് ക്യാരി ബാക്ക് ചെയ്യുന്നു. ട്രേഡ് ലോസ് ക്യാരി ബാക്ക്. ദെൻ നമുക്കറിയാം ഇനി ബാലൻസ് ആക്ച്വലി ടാക്സ് നെറ്റ് ഇൻകം കണ്ടുപിടിച്ചു. നെറ്റ് ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ അലവൻസും ഡിഡക്ട് ചെയ്തിട്ടുള്ള ബാലൻസിനെയാണ്
നമ്മൾ ടാക്സബിൾ ഇൻകം എന്ന് പറയുക. ഇനി നമുക്കറിയാം ഞാനിവിടെ ക്യാരി ബാക്ക് ചെയ്ത് 23-24. ഇനി ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. നമ്മൾ ചാർജബിൾ ഗെയിന്റെ ഫോർമാറ്റും കൊണ്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗെയിൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഇയറുകളെല്ലാം സെയിം തന്നെ. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗെയിൻ. Twenty-three, 24, 24, 25, and 25, 26. Then chargeable gain. Chargeable gain 53,600. 53,600. Loss amount എഴുതുന്നില്ല. Then 12,500. നമ്മളിപ്പോ ഓൾറെഡി 23-24 ടോട്ടൽ ഇൻകം ആയിട്ടാണ് സെറ്റ് ഓഫ് ചെയ്ത്. നിങ്ങൾക്ക് എന്തുമാത്രം ലോസ് ബാലൻസ് ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്തേ. ടോട്ടൽ ലോസ് നിങ്ങൾക്ക് 81,900 വന്നു. 81,900. സോ അപ്പൊ ഇവിടെ നിങ്ങൾ ഓൾറെഡി കറന്റ് ഇയറിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നിങ്ങൾ ക്യാരി ബാക്ക് ആണ് ചെയ്തത്. ക്യാരി ബാക്ക് ചെയ്തത് 71,600 ആണ്. 71,600 ആണ് നിങ്ങൾ ക്യാരി ബാക്ക് ചെയ്തത്. അപ്പൊ ഇനി ബാലൻസ് 71,600 നിങ്ങൾ ക്യാരി ബാക്ക് ചെയ്തു. ബാലൻസ് ലോസ് നിങ്ങൾക്ക് ഉള്ളത് കണ്ടോ, 10,300 ആണ് ബാലൻസ് ലോസ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ റൂള് എന്ന് പറയുന്നത് ട്രേഡ് ലോസ് ലോവർ ഓഫ് ട്രേഡ് ലോസ് മൈനസ് general income or total income. That means 81,900 minus 71,600. 71,600. So that is 10,300. Then net chargeable gain 53,600 minus previous year cap loss brought forward എന്നാണ്. പ്രീവിയസ് ഇയറിന് ക്യാപിറ്റൽ ലോസ് ഒന്നും ഇല്ല. സോ വിച്ച് എവർ ഈസ് ലോവർ 10,300 ആണ്. സോ നമ്മളിവിടെ 10,300 സെറ്റ് ഓഫ് ചെയ്തു. ഇനി റിമൈനിങ് ലോസ് ഒന്നും ഇല്ല നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഫോർമാറ്റ് ജസ്റ്റ് ക്യാപിറ്റൽ ലോസ് ഒരെണ്ണം കൂടെ സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ജസ്റ്റ് ഈ ഫോർമാറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകത്തിന്റെ ഫോർമാറ്റ്. ഇവിടെ ടോട്ടൽ ഇൻകം ചെയ്തു, ട്രേഡ് ലോസ് ചെയ്തു, ക്യാരി ബാക്ക് ചെയ്തു. ദെൻ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് അതിൽ നിന്ന് പേഴ്സണൽ എലവൻസ് ഡിഡക്ട് ചെയ്യുന്നു. പേഴ്സണൽ എലവൻസ് നമുക്കറിയാം ഇവിടെ 2,100, 3,800, then 12,570. Balance amount is taxable income. ബാലൻസ് എമൗണ്ട് ഈസ് ടാക്സബിൾ ഇൻകം. ഇനി നമുക്കറിയാം ചാർജബിൾ ഗെയിനുമായിട്ടാണ് നമ്മൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ചെയ്യാൻ പോണേ. ഇവിടെ 10,300 ആണ് നമ്മൾ ചെയ്തിരുന്നു. ഇനി നമ്മുടെ ബാലൻസ് ക്യാപിറ്റൽ ലോസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ 10,300 സെറ്റ് ഓഫ് ചെയ്തു. ദെൻ അതിൽ നിന്ന് നമുക്കറിയാം AEA ഡിഡക്ട് ചെയ്യണം. AEA 3,000 ഡിഡക്ട് ചെയ്യണം. ദെൻ ഇവിടെ 9,700 ലോസ് ഉണ്ടല്ലേ. ഈ ലോസ് നമുക്കറിയാം ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ.
ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ആദ്യം AE പ്രിസർവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം റൂളാണ്. സോ അതുകൊണ്ട് നമ്മൾ ദേ ഇവിടുന്ന് 3000 AE ഡിഡക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ്. ഇനി ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കിയേ. 12,500 മൈനസ് 3,000 എക്സസ് ഉള്ളത്. നമുക്ക് ഇനി 9,700 ആണ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാനുള്ളത്. പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ്. ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് 9,500 കൂടി നമുക്കിനി ബാലൻസ് ഉള്ളൂ. സോ 9,500 സെറ്റ് ഓഫ് ചെയ്തു. ദെൻ ബാലൻസ് ചെയ്തേ. ഇതാണ് നമ്മുടെ ടാക്സബിൾ ഗെയിൻ എന്ന് പറയുക. ഇവിടെ ഇനി അൺറിലീവ്ഡ് ലോസ് എന്ന് പറയുന്നത് ട്രേഡ് ലോസിലൊന്നും അൺറിലീവ്ഡ് ഇല്ല, ഫുള്ളും സെറ്റ് ഓഫ് ചെയ്ത് പോയി. ക്യാപിറ്റൽ ലോസിൽ മാത്രമാണ് അൺറിലീവ്ഡ് ഉള്ളത്. ക്യാപിറ്റൽ ലോസ് അൺറിലീവ്ഡ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത അൺറിലീവ്ഡ് ലോസ്. ടോട്ടൽ ലോസ് 9,700 ആയിരുന്നു. നമ്മൾ 9,500 സെറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് ഇൻ ഫ്യൂച്ചറിൽ 200 ഇൻ ഫ്യൂച്ചറിലായിരിക്കും നമ്മൾ ഇനി സെറ്റ് ഓഫ് ചെയ്യും. എനി നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ ഒരു വേയിലായിരിക്കും നമ്മൾ ചാർജബിൾ ഗെയിനും അതുപോലെ ഒരു ട്രേഡ് ലോസും വന്നാൽ സെറ്റ് ഓഫ് ചെയ്യുന്നതിന്റെ ഓർഡർ ഇതായിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. ആ ലോവർ ഓഫില് നമുക്ക് 10,300 കിട്ടിയത് എങ്ങനെയായിരുന്നു? ഇവിടെ ഇത് നമുക്ക് ഓൾറെഡി ഇതിന്റെ ട്രേഡ് ലോസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, 81,900 അല്ലായിരുന്നു ട്രേഡ് ലോസ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയറിൽ 71,600 സെറ്റ് ഓഫ് ചെയ്തില്ലേ ടോട്ടൽ ഇൻകം ആയിട്ട്. സോ ട്രേഡ് ലോസ് മൈനസ് ടോട്ടൽ ഇൻകം എന്നല്ലേ പറഞ്ഞത്, ഓർ ജനറൽ ഇൻകം അല്ലേ? ലോവർ ഓഫ് ട്രേഡ് ലോസ് മൈനസ് ജനറൽ ഇൻകം ഓർ നെറ്റ് ചാർജബിൾ ഗെയിൻ മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് അല്ലെ. അപ്പൊ ട്രേഡ് ലോസ് മൈനസ് ടോട്ടൽ നമ്മൾ ചെയ്തു. ടോട്ടൽ ഇൻകം ചെയ്യുന്ന 71. അവിടെ നിന്റെ ഡൗട്ട് ഇതായിരിക്കും, അവിടെ ടോട്ടൽ ഇൻകം എത്രയാ 73 ആണല്ലോ എന്നായിരിക്കും നിന്റെ ഡൗട്ട്. എനിക്ക് മനസ്സിലായി. ഓക്കെ, 73,700 ആണല്ലോ എന്നായിരിക്കും ഡൗട്ട്. പക്ഷെ നമ്മൾ അവിടെ എത്രയും ലോസ് സെറ്റ് ഓഫ് ചെയ്തുള്ളൂ. 71,600 അല്ലേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് ലോസ് നിൽക്കുമല്ലേ. ടോട്ടൽ ഇൻകം എന്ന് ടോട്ടൽ ഇൻകം എന്ന് ജനറലി പറഞ്ഞാലും ട്രേഡ് ലോസ് അതിലും കുറവാണ് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സെറ്റ് ഓഫ് ചെയ്ത ട്രേഡ് ലോസ് എമൗണ്ട് എടുക്കാവുള്ളൂ. ബാലൻസ് ഇങ്ങോട്ട് ചാർജബിൾ ഗെയിനിലേക്ക് എന്തുമാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ എടുക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നേ. നമ്മൾ 73,700 എന്ന് എഴുതിപ്പോയ ട്രേഡ് ലോസ് അൺറിലീവ്ഡ് കുറഞ്ഞു പോയല്ലേ. പക്ഷെ ട്രേഡ് ലോസ് അതിലും കൂടുതലുണ്ടല്ലോ അൺറിലീവ്ഡ് ആയിട്ട്. അപ്പൊ എപ്പോഴും അവിടെ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ എത്ര ലോസ് എടുത്തോ ആ എമൗണ്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. റെസ്ട്രിക്ഷൻ വരുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കും. ദെൻ ട്രേഡ് ലോസ് നമ്മൾ ഓർത്തോണം. പിന്നെ ഒരു കാര്യം കൂടെ, ട്രേഡിംഗ് നമ്മൾ നോർമലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ ക്വസ്റ്റനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ക്യാഷ് ബേസിസ് എന്നാണ് റൂള്. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം. അപ്പൊ ക്യാഷ് ബേസിസിൽ ഒരു ട്രേഡ് ലോസ് വന്നാൽ ഇൻ ഫ്യൂച്ചറിലെ ക്യാഷ് ബേസിസ് ട്രേഡിംഗ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യുള്ളൂ. ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ ഓർഡറും കാര്യങ്ങളും എല്ലാം അക്രൂവൽ ബേസിസിലാണ് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്യാരി ബാക്ക് ചെയ്യാവുന്ന എത്ര നാളാണ് ക്യാരി ബാക്ക് ചെയ്യാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾക്ക് നോർമൽ കേസിൽ ഒരു ട്രേഡ് ലോസ് വന്നു, അത് ക്യാരി ബാക്ക് ചെയ്യാൻ 24-25 ടാക്സിലാണ് ഒരു ലോസ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ബാക്ക് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 31 ജാനുവരി 27 ആയിരിക്കും. അത് പ്രത്യേകം ഓർക്കണം. ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 24-25 ട്രേഡ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 5th April 29 ആണെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ടൈം പീരീഡ് 5th April 29. ആ രണ്ട് ഡേറ്റുകൾ പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. ദെൻ പാർട്ട്ണർഷിപ്പിൽ നമ്മളവിടെ പ്രത്യേകം ഒന്നും ഓർത്തിരിക്കാനുള്ളതൊന്നുമില്ല. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രോഫിറ്റ് നമ്മൾ നോർമൽ കേസിൽ ഷെയർ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ സാലറിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ എല്ലാം കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം മാത്രമേ
നമ്മുടെ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാവൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ചിലപ്പോൾ നമ്മുടെ ഡ്യൂറിങ് ദി ഇയറിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് അപ്പോർഷൻ ചെയ്തെടുത്തോണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ദെൻ പാർട്ട്നേഴ്സ് തമ്മിൽ അസറ്റ്സുകൾ രണ്ടു കൂട്ടരും തമ്മിൽ മ്യൂച്വലി ചിലപ്പോൾ ഓൺ ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. സോ അപ്പം മ്യൂച്വലി അല്ല, സോറി, ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ബിസിനസ് പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ അലവൻസ് എലിജിബിൾ ആണ് എന്നുള്ള കാര്യവും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പാർട്ട്നേഴ്സിനും ട്രേഡറിന് പറഞ്ഞിരിക്കുന്ന എല്ലാ ലോസ് റിലീഫും പാർട്ട്നേഴ്സിനും നോർമൽ കേസിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. ദെൻ NIC യിൽ നമുക്കറിയാം മെയിൻലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ക്ലാസ് 1, ദെൻ ക്ലാസ് 2 3 പഠിക്കാനില്ല. സോ ക്ലാസ് 1 and 4 എന്ന് വേണമെങ്കിൽ മെയിൻലി ക്ലാസിഫിക്കേഷൻ പറയാം. ക്ലാസ് 1 പ്രൈമറി കോൺട്രിബ്യൂഷൻ ഉണ്ട്, സെക്കൻഡറി കോൺട്രിബ്യൂഷൻ ഉണ്ട്. പ്രൈമറി സെക്കൻഡറിയും ഓൺ ദ ബേസ് ഓഫ് എംപ്ലോയീസ് ഏർണിംഗ്സ് ആണ്. എംപ്ലോയിയുടെ ഏർണിംഗ് എന്ന് പറഞ്ഞാൽ സാലറി, ബോണസ്, ഗ്രാറ്റുവിറ്റി, എക്സസ് എമൗണ്ട് ഓഫ് മൈലേജ് അലവൻസ്, അതൊക്കെയാണ് എംപ്ലോയിയുടെ ഏർണിംഗ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. ദെൻ നമ്മൾ നോർമൽ കേസിൽ ക്ലാസ് 1 പ്രൈമറി നമുക്കറിയാം അപ് ടു 12,570 വരെ ക്ലാസ് 1 പ്രൈമറി കൊടുക്കേണ്ട. എക്സസിനാണ് നമ്മൾ നോർമൽ കേസിൽ 8% കൊടുക്കേണ്ടത്. ദെൻ 50,270 എബവ് ആണെങ്കിൽ 2% എന്നുള്ള കാര്യം ഓർത്തേക്കുക. ദെൻ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ക്ലാസ് 4ന്റെ പിന്നെ ക്ലാസ് 1 സെക്കൻഡറിനെ നമ്മൾ മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസ് 1A ആൻഡ് ക്ലാസ് 1B. ക്ലാസ് 1B പഠിക്കാനില്ല. ക്ലാസ് 1A എന്ന് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് ടാക്സബിൾ ബെനിഫിറ്റിനെ ബേസ് ചെയ്താണ്. ഈ ടാക്സബിൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കാർ ബെനിഫിറ്റ്, ഫ്യൂവൽ ബെനിഫിറ്റ്, ലിവിംഗ് അക്കോമഡേഷൻ, ഇതൊക്കെയാണ് ടാക്സബിൾ ബെനിഫിറ്റ് എന്ന് പറയുക. പിന്നെ ഒരു കാര്യം ഓർത്തോളം, ചിലപ്പോൾ ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കമ്പനി ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു. ഓൾറെഡി ഇൻഷുറൻസിന്റെ പ്രീമിയം എമൗണ്ട് 1,500 ആണ്. ബട്ട് കമ്പനി ചിലപ്പോൾ അത് ഡിസ്കൗണ്ടിൽ ബാർഗെയിൻ ചെയ്തവർക്ക് 1,200 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 1,200 എന്നുള്ള എമൗണ്ടിന്മേൽ ക്ലാസ് 1A ചെയ്താൽ മതി. ആക്ച്വലി ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് 1,500 ആയിരിക്കും. ബട്ട് നിങ്ങളുടെ എംപ്ലോയർ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്തവർക്ക് 1,300 200 ആണ് പേ ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടിന്മേൽ ക്ലാസ് 1A കൊടുത്താൽ മതി എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ക്ലാസ് 1 സെക്കൻഡറിയിൽ നിന്നും എംപ്ലോയ്മെന്റ് അലവൻസ് 5,000 ഡിഡക്ട് ചെയ്യും. ബട്ട് ക്ലാസ് 1A അതിലേക്ക് കൺസിഡർ ചെയ്യില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നോർമൽ കേസിൽ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അലവൻസ് ആയി 5,000 ഡിഡക്ട് ചെയ്യണം. ബട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും ഇഗ്നർ എംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് വിട്ടേക്ക്, ഡിഡക്ട് ചെയ്യണ്ട. പ്രത്യേകിച്ച് നിങ്ങളുടെ ടാക്സ് പ്ലാനിങ് ഏരിയാസിലേക്കൊക്കെ വരുമ്പോൾ നോർമൽ കേസിൽ ഒരു ഇൻഡിവിജ്വൽ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആള് തന്നെയാണ് അവിടുത്തെ എംപ്ലോയി എന്നുള്ളൊരു വേയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എംപ്ലോയ്മെന്റ് അലവൻസ് അവിടെ ഡിഡക്ട് ചെയ്യണ്ട. അതായത് ഒരു ആള് തന്നെ ഒരു കമ്പനി റൺ ചെയ്യുന്നു, ആള് മാത്രമേ അവിടെ എംപ്ലോയി ഉള്ളൂ, വേറെ ഒരു ഔട്ട്സൈഡിൽ നിന്ന് ഒരു എംപ്ലോയിനെ ആരെയും അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എംപ്ലോയ്മെന്റ് അലവൻസ് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ NIC ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അവിടെ പേഴ്സണൽ പെൻഷനിലേക്ക് പേ ചെയ്തു, ഒക്യുപേഷണൽ പെൻഷനിലേക്ക് പേ ചെയ്തു എന്നൊക്കെ പറയും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അത് പേഴ്സണൽ പെൻഷനിലേക്ക് പേ ചെയ്താലും ഒക്യുപേഷണൽ പെൻഷനിലേക്ക് പേ ചെയ്താലും ഒന്നും നിങ്ങൾക്ക് ഒരു റിലവൻസും NIC വരുന്നില്ല. അത് നിങ്ങൾ മൈൻഡ് ആക്കുകയേ ചെയ്യണ്ട. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 12,570. നമ്മുടെ നോർമലി ടാക്സ് അതോറിറ്റി പറയുന്നത് ഇൻ ബിറ്റ്വീൻ 12,570 to 50,270 ആണെങ്കിൽ അതിന് എത്ര പെർസെന്റേജ് എന്ന് പറയുന്നത്? ഇൻ ബിറ്റ്വീൻ 12,570 to 50,270 ആണെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ 8% എന്നാണ് പറയും. അതിന്റെ എക്സസ് ആണെങ്കിൽ 50,270ക്ക് എക്സസിന് 2% എന്ന് പറയും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയും ഒരു ഇൻഡിവിജ്വല് ആള് ഒരു 4 month വർക്ക് ചെയ്തു, ഒരു കമ്പനിയിൽ 4 month വർക്ക് ചെയ്തു. പെർ മന്ത് സാലറി എന്ന് പറയുന്നത് ഒരു 3,000 ആണ് എന്ന് പറയും. പെർ മന്ത് സാലറി എന്ന് പറയുന്നത് ഒരു 3,000 ആണ് എന്ന് പറയും.
അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്ലാസ് 1 പ്രൈമറി കണ്ടുപിടിക്കാനാണ് പെർ മന്ത് സാലറി ആണ് 3000, 4 മന്ത് ആകെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവരുടെ ക്ലാസ് 1 പ്രൈമറി കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഈ ലിമിറ്റ് തന്നിരിക്കുന്നത് 12 മന്തിലേക്കാണ് ഈ ലിമിറ്റ് തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടിന്റെയും അതായത് 12,570 ഡിവൈഡഡ് ബൈ 12 പെർ മന്ത് ലിമിറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 50,270 ഡിവൈഡഡ് ബൈ 12 അവിടെയും പെർ മന്ത് ലിമിറ്റ് കണ്ടുപിടിക്കുക. സോ 12,570 ഡിവൈഡഡ് ബൈ 12, സോ ദാറ്റ് മീൻസ് 1048 1048. So 50,270 divided by 12, 4,189. ഇതാണ് നമ്മുടെ മന്ത്ലി ലിമിറ്റ് എന്ന് പറയുന്നത്, 4,189. ഓക്കെ, ഇതാണ് മന്ത്ലി ലിമിറ്റ് എന്ന് പറയുക. മറ്റേത് ആനുവൽ ലിമിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി ലിമിറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ പെർ മന്ത് ഓൾറെഡി 3000 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാലറി. അപ്പൊ ഈ 3000ലെയും എത്രയ്ക്ക് വരെ കൊടുക്കേണ്ട കണ്ടോ? നമ്മൾ പൊതുവെ പറയാ 12,570 വരെ കൊടുക്കണ്ടെന്ന് പറയാ അല്ലെ. സോ ദാറ്റ് മീൻസ് 3000ലെയും 1048 വരെ കൊടുക്കണ്ട, 1048 കൊടുക്കണ്ട. എക്സസിനാണ് നമ്മൾ എത്ര പെർസെന്റേജ് കൊടുക്കേണ്ടത്? 8% കൊടുക്കേണ്ടത്. ഈ ഒരു വേയിലാണ് കണ്ടുപിടിക്കുക. ഇൻറ്റു 4 മന്ത്, കാരണം 4 മന്ത് സാലറിയാണ്. സോ 3000 മൈനസ് 1048 into 8% into 4. സോ ഇത് ക്ലാസ് 1 പ്രൈമറി എന്ന് പറയുന്നത് 624 ആണ് ക്ലാസ് 1 പ്രൈമറി എന്ന് പറയും. ഇതുപോലെ ക്ലാസ് 1 പ്രൈമറിയുടെ ലിമിറ്റ് അപ്പോർഷൻ ചെയ്യുന്ന പോലെ നമ്മൾ ക്ലാസ് 1 സെക്കൻഡറിയിലും കൂടുതലും എക്സാം പോയിന്റ് കണ്ടിരിക്കുന്നത് ക്ലാസ് 1 പ്രൈമറിയുടെ വെച്ചാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ കണ്ടിരിക്കുന്നത്. ഓർത്തോണം, പെർ മന്ത് സാലറി ഒക്കെ തന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു വേയിലായിരിക്കും നിങ്ങൾ ആനുവലിനെ മന്ത്ലി ലിമിറ്റ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് പോകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് പെർ മന്ത് സാലറി ഫോർ എക്സാമ്പിൾ 2,500 ആണ് എന്ന് അസ്യൂം ചെയ്യുക, പെർ മന്ത് സാലറി. ബട്ട് നിങ്ങൾക്ക് ഒരു മന്ത് ഒരു ബോണസും കൂടെ കിട്ടി, ഒരു 10,000 ബോണസും കൂടെ കിട്ടി. ഒരു മന്തിൽ മാത്രമാണ് ബോണസ് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നോർമൽ കേസിൽ നമ്മള് പെർ മന്ത് സാലറി ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു കേസിൽ നമ്മൾ മന്ത്ലി ലിമിറ്റ് ചെയ്യുവാണെങ്കിൽ, മന്ത്ലി ലിമിറ്റ് ഇപ്പൊ നമ്മളോട് ചിലപ്പോൾ മന്ത്ലി പേഴ്സണൽ അലവൻസ് അല്ലെങ്കിൽ പേഴ്സണൽ അലവൻസ് അല്ലെ NIC മന്ത്ലി ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയാം. മന്ത്ലി ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ നോർമലി ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെയാണ്. 2,500 നമ്മൾ പറഞ്ഞു, 2,500 ആണ് പെർ മന്ത് ഏർണിങ്സ് എന്ന് പറയുന്നത്, മൈനസ് അതിലെ 1048 കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സോ ഇതിന് എക്സസിന് നമ്മൾ 8% കൊടുത്തു. അങ്ങനെ നമ്മുടെ സാലറി 11 മന്തിലും നമ്മുടെ സാലറി ഓർ ഏർണിങ്സ് എത്രയായി? 2,500. അതുകൊണ്ട് ഇൻറ്റു 11 ചെയ്തു. ഒരു മന്ത് മാത്രം നമുക്ക് ബോണസ് കിട്ടുന്നുണ്ട്. ആ ഒരു മന്ത് ബോണസ് കിട്ടുന്നത് കൊണ്ട് അവിടുത്തെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 10,000 പ്ലസ് 2,500. ബാക്കി എല്ലാ മന്തിലെയും നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 2,500. അതുകൊണ്ട് ഇൻറ്റു 11 എന്ന് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2,500, അതിലെ 1048 കൊടുക്കണ്ട, 1048 കൊടുക്കണ്ട, എക്സസിന് 8%, then into 11, so 1,278, $1,278 എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം അടുത്ത സാലറി ഒരു മന്തിന്റെ 12,500 ആണ്. നമ്മുടെ പെർ മന്തിന്റെ നമ്മുടെ ഹയർ ലിമിറ്റ് ഓർ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 4,189 ആണ്. 4,189 മൈനസ് 1048 കൊടുക്കണ്ട, എക്സസിന് 8% എന്നാണ്. ഇനി നമ്മുടെ അവിടെ ഒരു മന്തേ ഉള്ളൂ, അതുകൊണ്ട് വേറെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 12,500 ആണ്. ദെൻ അതിൽ ഓൾറെഡി 4,189 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ എക്സസിന് 2%. So 233
then ഇവിടെ 4189 minus 1048 excessന് 8% 251. So 251 plus 233 plus 1278. So 1762. ഇത്രയായിരിക്കും നമ്മുടെ നോർമൽ കേസിൽ നമ്മുടെ NICയുടെ അല്ലെങ്കിൽ ക്ലാസ് 1 പ്രൈമറി എന്ന് പറയുന്ന ഈ ഒരു വെയിലായിരിക്കും കണ്ടുപിടിക്കുക. അങ്ങനെ മന്ത്ലി തന്നെങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നമ്മൾ ഓവറോൾ ഫുൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി PPP കിറ്റിന്ന് ഒരു സെക്ഷൻ C ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഏതെങ്കിലും പോയിന്റിൽ ആർക്കെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടാവും? ഇല്ല. ഓക്കെ, ദെൻ ആൽഫ്രഡ് ക്വസ്റ്റ്യൻ നമ്പർ 102. ഇവിടെ രണ്ട് ക്ലയന്റ് ചൈൽഡ് ബെനിഫിറ്റിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ആൾക്ക് 60,000 അബോവ് ഉള്ളൂ നോക്കിയാൽ മതിയോ, അതോ അല്ലല്ല, ഹസ്ബൻഡ് ഓർ വൈഫിലെ ആർക്കെങ്കിലും ഒരാൾക്ക് അതില് റിസീവ് ചെയ്യുന്ന ആൾക്ക് ആകണമെന്നില്ല. മറ്റേ ആൾക്ക് നോർമലി മദർ ആണല്ലോ റിസീവ് ചെയ്യാം. അപ്പം ഹസ്ബൻഡിന്റെ ഇൻകം മോർ ദാൻ 60 ആയാൽ ഹസ്ബൻഡ് കൊടുക്കണം. ഈ രണ്ടുപേരും മോർ ദാൻ ആണെങ്കിൽ ഹയർ ആരാണോ അവര് കൊടുക്കും. ഇവിടെ നമുക്ക് മെയിൻലി 2 റിക്വയർമെന്റ്സ് ആണ്. കാൽക്കുലേറ്റ് ആൽഫ്രഡ്സ് റിവൈസ്ഡ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ 7-month പീരീഡ് എൻഡഡ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ടൈം പോർഷൻ ഒക്കെ കയറി വരും. 7-month പീരീഡ് എൻഡഡ്. ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ഇൻകം ടാക്സ് പേബിൾ ഫോർ ദ ടാക്സ് ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ യുവർ കമ്പ്യൂട്ടേഷൻ ഷുഡ് കമൻസ് വിത്ത് ദ ഡ്രാഫ്റ്റ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് 63,000 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ലിസ്റ്റ് ഓൾ ഓഫ് ദ ഐറ്റംസ് റെഫർഡ് ടു ഇൻ ദ നോട്ട്സ് ഇൻഡിക്കേറ്റ് ബൈ ദ യൂസർ 0 എനി ഐറ്റംസ് വിച്ച് ഡു നോട്ട് റിക്വയർ അഡ്ജസ്റ്റ്മെന്റ്. Then Alfred comments trading as a sole trader 1st September 24 start ചെയ്തു എന്ന് പറഞ്ഞു. And he prepared first set of accounts under accrual basis. വേർഡ് ശ്രദ്ധിച്ചോണേ. നോർമലി നമ്മൾ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ക്യാഷ് ബേസിസ് എന്നാന്ന് പറഞ്ഞു. ഇവിടെ ക്ലിയർ ആയിട്ട് അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ 7-month ended 31st March ആണ്. സോ ട്രേഡ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് 5th April or 31st March. And his draft tax adjusted trading profit before capital allowance 63,000. And the draft tax adjusted trading profit before any adjustment for any deduction arising from the following. ബാക്കി ഇത് ഡിഡക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫിഗർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then 5,000 during January and February 24 on a marketing campaign. അപ്പം ഓർക്കുക, നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത 1st February 24 ബട്ട് അതിനു മുൻപ് ജാനുവരി ആൻഡ് ഫെബ്രുവരിയിൽ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വന്നു. അതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു. നമുക്കറിയാം പ്രീ ട്രേഡിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 7 ഇയറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എക്സ്പെൻസുകൾ വന്നെങ്കിൽ അത് അലോവബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നു. സോ 63ൽ നിന്നും 5,000 ഡിഡക്ട് ചെയ്യാം. ദെൻ പ്രീമിയം പെയ്ഡ് നമുക്ക് ഓൾറെഡി പ്രീമിയം പേ ആണ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ഓഫ് 30,000 പെയ്ഡ് ഓൺ 1st September 24 ടു അക്വയർ 10-year ലീസ് ഓൺ എ വർക്ക്ഷോപ്പ് യൂസ്ഡ് ഫോർ ട്രേഡ് പർപ്പസ്. അപ്പൊ പ്രീമിയം പെയ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ ടാക്സബിൾ പ്രീമിയം എമൗണ്ട് കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ലീസ്. പിന്നെ ഓർത്തോണം ഈ P&L പീരീഡ് ഷോർട്ട് ആണ്, അതായത് 1st September to March 25 ആണ്. സോ ദാറ്റ് മീൻസ് 7 month ആണ്. 7/12 ചെയ്യണം. Then cost of golf day on 31st for a group of Alfred largest clients. ക്ലയൻസിന് വേണ്ടി ഗോൾഫ് ഡേ അതൊന്നും സ്പെൻഡ് ചെയ്യാൻ എലിജിബിൾ അല്ല. P&L ഡിഡക്ഷൻ അലൗഡ് അല്ല, ഇൻഡിക്കേറ്റ് 0. Then expenditure 1,16,000 for a plant and equipment. ഓൾറെഡി നമുക്കറിയാം പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ് പർച്ചേസ് ചെയ്യിക്കുന്നത്. AIA ആണ് നമുക്ക് എലിജിബിൾ ആണ്. AIA 1 million നമ്മൾ നോർമൽ കേസിൽ ഡിവൈഡ് ബൈ 12 into 7 എന്ന് അപ്പോർഷൻ ചെയ്യണം.
നമുക്ക് ഇവിടെ ഈ പറഞ്ഞ അസറ്റിന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഫുൾ AIA എലിജിബിൾ ആണ്. ദെൻ നമ്മളൊരു കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാർ പർച്ചേസ് ചെയ്ത് 24,000 ആണ്. കാറിന്റെ CO2 എമിഷൻ 24 ഗ്രാം ആണ്. ദെൻ ആൻഡ് യൂസ്ഡ് ബൈ ആൽഫ്രഡ് എംപ്ലോയിക്ക് വേണ്ടിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 24 ഗ്രാം ആയതുകൊണ്ട് CO2 എമിഷൻ ലെസ് ദാൻ 50 ഗ്രാം ആണ്. സോ അത് മെയിൻ പൂൾ ആണ്, 18% ആണ്. ബട്ട് ഓർത്തോണം WDA ടൈം അപ്പോർഷൻ ചെയ്യണം 7/12. ഓക്കെ, ഇതേ ഉള്ളു ഫസ്റ്റ് നമുക്ക് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിന്റെ ഇൻഫർമേഷൻ. മറ്റത് അടുത്ത ക്ലയന്റിന്റെ ഇൻഫർമേഷൻ ആണ്. സോ അപ്പൊ നമുക്ക് നേരെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. Computation of tax adjusted trade profit or loss for the 7-month ended 31st March 25. Trade profit 63,000. Trade profit 63,000. Then marketing campaign. Marketing campaign, that is 5,000. Premium paid. Premium paid. നമുക്ക് ടാക്സ് പ്രീമിയം എമൗണ്ട് കണ്ടുപിടിക്കണം, അതിലേക്ക് വരാം. Then cost of golf day. Zero. Then capital allowance. Then premium paid. Premium received. Amount 30,000. Then is equal to minus 2% into number of years. 10 minus 1 into premium amount 30,000. So 30,000 minus 5,400. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം 24,600 ഡിവൈഡഡ് ബൈ എത്ര ഇയേഴ്സിലേക്ക് നമ്മൾ ലീസിന് എടുത്തത് 10 ഇയേഴ്സിലേക്കാണ്. സോ ഡിവൈഡ് ബൈ 10 ഇൻറ്റു പി ആൻഡ് പീരീഡ് ഷോർട്ട് ആണ്. സോ 7/12. പ്രീമിയം പെയ്ഡ് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. Then capital allowance. Computation of capital allowance. ഇവിടെ നമുക്കറിയാം AIA, then main pool and capital allowance. Opening value ഒന്നുമില്ല. Additions qualifying for AIA. Additions qualifying for AIA. Plant and equipment. Plant and equipment
പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് എമൗണ്ട് 1,16,000 ആണ്. Then AIA അവിടെ ഇത് ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തേരാ കേട്ടോ. ഇത് ഷോർട്ട് ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത്. 1 million divided by 12 into 7 എന്ന് കൊടുത്തേരെ. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കി അറിയാം, നമുക്ക് ഫുള്ളും ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. 1,16,000 ക്ലെയിം ചെയ്യാം. സോ 1,16,000 നമ്മൾ ക്യാപിറ്റൽ അലവൻസിൽ എഴുതുന്നു. Then additions not qualifying AIA. Additions not qualifying for AIA. Car amount 24,000 ആണ്. സോ 24,000. നെക്സ്റ്റ് ലൈനിൽ നേരെ WD ചെയ്താൽ മതി, വേറെ ആഡ് ചെയ്യാനൊന്നുമില്ല. സോ WDA 24,000 into 18% into 7/12. സോ ഇത് ബാലൻസ് ചെയ്തേക്കുക. 2,520 ക്യാപിറ്റൽ അലവൻസിലേക്ക് എഴുതും. $2,520. Then ഇത് കൊണ്ടേ നമ്മുടെ മെയിൻ ഫോർമാറ്റിൽ tax adjusted trade loss complete ചെയ്തല്ലോ. Then next ക്ലയന്റിന്റെ കേസിലേക്ക് വരാം. അവിടെ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പേയബിൾ ആണ് നമ്മുടെ റിക്വയർമെന്റ്. ഗ്രോസ് സാലറി തന്നിട്ടുണ്ട് 80,000. Then from 1st January 25 A Limited provided A with a petrol powered company car. കമ്പനിയാണ് കാർ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് കാർ ബെനിഫിറ്റ്. And the car had a list price of 25,000, although A Limited received a discount and only paid 23,500. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഡിസ്കൗണ്ട് പ്രൈസ് ലിസ്റ്റ് പ്രൈസ് തന്ന ലിസ്റ്റ് പ്രൈസ് എടുക്കാവുള്ളൂ. കാറിന്റെ CO2 എമിഷൻ 52 gram ആണ്. സോ ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ 51 to 54 ആണ്. സോ 15% ആണ്. കാർ പ്രൊവൈഡ് ചെയ്ത് January 25 ഓർത്തോണം. സോ 3/12 മറക്കരുത്. ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. Then since 6th April 22, A Limited has provided with a living accommodation which qualifies as job related accommodation. Job related accommodation ആണെങ്കിൽ നമുക്കറിയാം taxable benefit arise ആവുന്നില്ല, indicate 0. Annual value of the property is 23,000 and pays rent 2,500 per month. But already job related accommodation ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് exempt ആണ്. Then A Limited deducted income tax under pay. നമുക്കറിയാം income tax liability നമ്മൾ pay deduct ചെയ്യാം. Then since 6th April 22, A has let out her own house unfurnished at a rent of 1,200 per month. പ്രോപ്പർട്ടി ഇൻകത്തിന്റെ കേസിലേക്ക് പോവുക. പ്രോപ്പർട്ടി ഇൻകം ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ക്യാഷ് ബേസിസ് എന്നാണ് റൂള്. ഇവിടെ 1,200 per month കിട്ടി. And A received 13 months rent during the tax year 24-25. Already 13 month rent കിട്ടി. So that means 1,200 into 13 ആണ് നമ്മുടെ rent received എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. Then A has a mortgage which she took out to acquire the house and in the tax year 24-25. And she made a mortgage payment 6,000 including interest 2,600. Already ഒരു mortgage payment നടത്തി, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിഡക്ഷനോ കാര്യങ്ങളോ ഇല്ല. അതിൽ ഇൻട്രസ്റ്റ് കൊടുത്ത് ഡിഡക്ട് ചെയ്യാം. ബട്ട് ഡിഡക്ട് ചെയ്യാവുന്നത് ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ നിന്നാണ്. ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് 2,600 into 20% ഡിഡക്ട് ചെയ്യാം. And A paid a insurance premium 800 for the house
in respect of the year ended 31st December 24. And then on 1st December 24, she paid a insurance premium 1,250 for the year ended December 25. ക്യാഷ് ബേസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ക്യാഷ് ആയിട്ട് പേ ചെയ്തത് നമ്മുടെ ഡ്യൂറിംഗ് ദ ടാക്സ് ഇയറിൽ ഏതാണോ ആ ഒരു എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്യാവുന്നത്. ഇവിടെ ഓൾറെഡി 1st December 23 ഇയർ എൻഡഡ് 800ഉം ദെൻ 1st December 24 ഇയർ എൻഡഡ് December 25 ആണ്. അപ്പൊ December 24 എന്ന് പറയുന്ന ഡേറ്റ് നമ്മുടെ ടാക്സ് ഇയറിലാണ്. സോ അതുകൊണ്ടാണ് 1,250 ആണ് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നത്. അതേസമയം നമ്മൾ അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇയർ എൻഡഡ് 31st December 24 എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് ഇയറിൽ വരുന്നത് ഏപ്രിൽ ടു ഡിസംബർ ആണ്. സോ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മന്ത് വരും. സോ അക്രൂവൽ ബേസിസ് ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുക 800 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 9 പ്ലസ് 1,250 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3. ഇങ്ങനെയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് ആണെങ്കിൽ ചെയ്യുക. ഇവിടെ ക്യാഷ് ബേസിസ് ആണ്, പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 1,250 ഡിഡക്ട് ചെയ്യാം. സോ അപ്പൊ ഇവിടെ എല്ലാം നോൺ സേവിങ്സ് ഇൻകമേ ഉള്ളൂ. ഒരു എംപ്ലോയ്മെന്റ് ഇൻകം ഉണ്ട്, അതിന്റെ ബെനിഫിറ്റുകൾ, പിന്നെ ഒരു പ്രോപ്പർട്ടി ഇൻകം, വേറെ ഒന്നുമില്ല. സോ ഹെഡിങ് കൊടുക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ. $24, $25, then salary, non savings, കൗണ്ടിന്റെ സിമ്പിൾ ഒന്നും ഇടാൻ മറക്കരുത്. സാലറി 80,000, then car benefit, നമ്മൾ കണ്ടുപിടിക്കുക. ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25,000 ആണ്. So 25,000 into 15% into 3/12. Car benefit, then living accommodation 0. ബ്രാക്കറ്റിൽ വേണേൽ കൊടുത്തേരെ. നമ്മൾ ഓൾറെഡി റീസൺ എന്തുകൊണ്ടാണ് എന്നുള്ളത് ജസ്റ്റ് ജോബ് റിലേറ്റഡ് എന്ന് മെൻഷൻ ചെയ്തേരെ. ജോബ് റിലേറ്റഡ്. ദെൻ ഇനി റെന്റിന്റെ കേസിലാണ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേഷനിലേക്ക് പേ നമുക്ക് ലാസ്റ്റ് ഡിഡക്ട് ചെയ്യാം. പ്രോപ്പർട്ടി ഇൻകത്തിന്റെ ജസ്റ്റ് നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. പ്രോപ്പർട്ടി ഇൻകം, ദെൻ പ്രോപ്പർട്ടി ഇൻകം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് വരാം. ടോട്ടൽ ഓർ നെറ്റ് ഇൻകം, ദെൻ അതിൽ നിന്നും പേഴ്സണൽ അലവൻസ്, ബാലൻസ് ഈസ് ടാക്സബിൾ ഇൻകം. ദെൻ അതിൽ നിന്നാണ് നമ്മൾ ഓൾറെഡി പേയും അതുപോലെ തന്നെ മറ്റേ മോർഗേജ് ലോണിന്റെയും കേസ് ഡിഡക്ട് ചെയ്യുക. സോ അപ്പൊ പ്രോപ്പർട്ടി ഇൻകം ക്യാഷ് ബേസിസ് ആണ്. സോ റെന്റ് റിസീവ്ഡ് ഓൾറെഡി നിങ്ങൾ 13 മന്ത് റിസീവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 13 into 1,200 per month. Then mortgage 0. Insurance 1,250. ഓക്കെ, ഈ എമൗണ്ട് നമ്മുടെ മെയിൻ ഫോർമാറ്റിലേക്ക് പ്രോപ്പർട്ടി ഇൻകത്തിലേക്ക് 14,350.
Then total or net income. Then personal allowance 12,570. Balance is taxable income. Then income tax liability. Non-savings basic 37,700 into 20%. Higher 82,718 minus 37,700. Excess into 40%. Then അതിൽ നിന്നും finance cost relief. Finance cost relief 2,600 into 20%. Then ഇതാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുക. ടാക്സ് ലയബിലിറ്റി. അതിൽ നിന്നും നമ്മൾ പേ ഡിഡക്ട് ചെയ്യുന്നു. പേ ഓൾറെഡി നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. എമൗണ്ട് 19,240. $19,240. Balance is tax payable. Balance is tax payable. കിട്ടിയല്ലോ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ.